സോഷ്യൽ സയൻസ് മോഡൽ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ച് ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ അതിലെല്ലാവരും പറഞ്ഞത് സോഷ്യൽ സയൻസ് വളരെ പാടായിരുന്നു എന്നാണ്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിവിഷൻ ചെയ്യാൻ സമയം കിട്ടിയില്ല എന്നുള്ളതാണ്. ഒരു കണക്കിൽ ആലോചിച്ചാൽ അത് ശരിയാണല്ലേ. കാരണം നമുക്ക് സോഷ്യൽ സയൻസിന് ഒരുപാട് ടോപ്പിക്കുകൾ വരുന്നുണ്ട്. ഒരുപാട് ടോപ്പിക് എന്ന് വെച്ചാൽ ഒരുപാടെന്ന് പറഞ്ഞാൽ പോലും പോരാ, അതിനേക്കാൾ കൂടുതൽ എന്താണ് നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. ഇതുമാത്രം ചാപ്റ്റേഴ്സാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ഈ പറയുന്ന ചോദ്യ പേപ്പർ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിയപ്പോൾ എനിക്കും അത് തോന്നി. കാരണം പല ചോദ്യങ്ങൾ വായിക്കുമ്പോഴും ഉത്തരത്തെ പറ്റി ഒരു ഐഡിയ ഉണ്ടെങ്കിലും ഇതെങ്ങനെ എഴുതും അല്ലെ, നമുക്ക് 4 മാർക്ക് കിട്ടാൻ അല്ലെങ്കിൽ ഒരു 3 മാർക്ക് കിട്ടാൻ അല്ലെങ്കിൽ 5 മാർക്ക് കിട്ടാൻ എങ്ങനെ ഉത്തരം എഴുതും എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ മോഡൽ എക്സാമിൻ്റെ സോഷ്യൽ സയൻസ് ചോദ്യ പേപ്പറാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഡിസ്കസ് ചെയ്യാന്ന് വെച്ചാൽ പുതുതായിട്ടൊന്നും പറഞ്ഞു തരാനൊന്നുമില്ല, പക്ഷേ എങ്ങനെ ഉത്തരം എഴുതണം, ഉത്തരം എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത്യാവശ്യം കുറച്ച് ലെങ്ത് കാണും വീഡിയോ ഒക്കെ, എങ്കിലും എന്ത് ചെയ്യാം, ഫുള്ള് സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണുക. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ഭാഗങ്ങളൊക്കെ ഈസി ആയിരുന്നു എന്ന് ചോദിച്ചാൽ ഈസി അല്ല എന്നാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. മാച്ച് ദ ഫോളോയിങ്. റിനൈസൻസ് ആർക്കിടെക്ചർ. സത്യം പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ എനിക്ക് ആദ്യം വന്ന സംശയം എന്നറിയാവൂ, ഈ റിനൈസൻസും ആർക്കിടെക്ചറും രണ്ട് കാര്യമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അതായത് റിനൈസൻസുമായിട്ട് ബന്ധമുള്ളത് ഏതൊക്കെ, ആർക്കിടെക്ചറുമായിട്ട് ബന്ധമുള്ളത് ഏതൊക്കെ എന്നാണ് എൻ്റെ മൈൻഡിൽ ആദ്യം വന്നത്. അതിനിപ്പോൾ എൻ്റെ മൈൻഡിൻ്റെ കുഴപ്പമായിരിക്കും, പക്ഷേ പിന്നീട് ഉത്തരങ്ങൾ ഓപ്ഷൻസ് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതല്ല, റിനൈസൻസ് ആർക്കിടെക്ചർ എന്നുള്ളത് ഒറ്റ വാക്കാണ്. എന്നാൽ പിന്നെ അങ്ങനെ ഒറ്റ ലൈനിൽ തന്നെ കൊള്ളുന്ന രീതിയിൽ ഇവിടെ ഇത്തിരി സ്പേസ് ബാക്കി ഉണ്ടായിരുന്നല്ലോ, അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യായിരുന്നു. ഇത് ആവശ്യമില്ലാത്തൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പോൾ റിനൈസൻസ് ആർക്കിടെക്ചറായിട്ട് ബന്ധപ്പെട്ടത് എന്താ? ഓപ്ഷൻസ് ആണ് അതിനേക്കാളും കോമഡി. ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രീക്കോ റോമൻ സ്റ്റൈൽ, അത് ഉള്ളൊരു കാര്യം തന്നെയാണ്. ലോഫ്റ്റി ടവേഴ്സ്, അപ്പോൾ നമുക്കറിയാം ലോഫ്റ്റി ടവേഴ്സ് റീപ്ലേസ്ഡ് ബൈ ഡോംസ് എന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നത്. അപ്പോൾ ലോഫ്റ്റി ടവേഴ്സ് എന്തായാലും റിനൈസൻസ് ആർക്കിടെക്ചർ അല്ല, അതിന് മുന്നേ ഉള്ള ഗോത്തിക് സ്റ്റൈലിനകത്ത് വരുന്നത്. ഡോംസ് കൊണ്ടുവന്നിട്ടുണ്ട്, ഡിഫറെൻറ്റ് ഫ്രം ഗോത്തിക് സ്റ്റൈൽ. ഗോത്തിക് സ്റ്റൈലിൽ നിന്ന് മാറിയാണ് വന്നത്, കാരണം ലോഫ്റ്റി ടവേഴ്സ് വരുന്നത് ഗോത്തിക് സ്റ്റൈലിലാണ്. അപ്പോൾ 1, 3, 4 ആണ് ഇവിടുത്തെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ 1, 3, 4 വരുന്ന ഓപ്ഷൻ ഡി ആണ് എനിക്കിവിടെ നോക്കിയപ്പോൾ കറക്റ്റ് ഉത്തരമായിട്ട് തോന്നിയത്. ഓക്കെ, അപ്പോൾ സമയം ഒരുപാട് ഇവിടെ തന്നെ നമുക്ക് വേസ്റ്റ് ആയെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പരീക്ഷയിൽ എഴുതാനിരിക്കുന്ന കുട്ടിക്ക് വേസ്റ്റ് ആകും. ഓക്കെ, അപ്പോൾ ആ രീതിയിലൊക്കെയാണ് ഓപ്ഷൻസ് ഒക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. സോ ഈ പറയുന്ന മോഡൽ എക്സാം നമുക്കൊരു ഒരു സൂചന തരുന്നുണ്ട്. എന്താണ് സൂചന? ചിലപ്പോൾ നമ്മുടെ സോഷ്യൽ സയൻസ് പരീക്ഷ കുറച്ച് പാടായിരിക്കും. ഇനി അങ്ങനെ പാടായിട്ടാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ സത്യം പറയാമല്ലോ, സെറ്റ് ചെയ്യുന്ന ടീച്ചേഴ്സ് ആര് തന്നെ ആയാലും അവർക്ക് ഈ പറയുന്ന കുട്ടികളുടെ അത്രയും ശാപം ഉണ്ടാവും. കാരണം അതിന് മാത്രം പഠിക്കാനുണ്ട് ഇതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് ചോദ്യപേപ്പറെങ്കിലും കുറച്ച് ഈസി ആയിട്ട് ഈ പറയുന്ന പോലത്തെ വൃത്തികെട്ട രീതിയിൽ കൊടുക്കാതെ കുറച്ച് ഈസി ആയിട്ട് കൊടുത്തിരുന്നെങ്കിൽ അത് വലിയൊരു ഉപകാരം ആവുമായിരുന്നു. അപ്പോൾ ഓൾറെഡി ചോദ്യപേപ്പറൊക്കെ സെറ്റായി കാണും എന്ന് തോന്നുന്നു. എങ്കിലും ആയിട്ടില്ലെങ്കിൽ ആ ടീച്ചേഴ്സ് ആരെല്ലാം കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഇച്ചിരി മയമാക്കി കൊടുത്താൽ പാവം പിള്ളേരല്ല, അവർ ദ്രോഹിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ നമുക്ക്, അല്ലേ. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം, സ്റ്റേറ്റ്മെന്റ് 1. പ്രൈവറ്റൈസേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് റെഡ്യൂസിംഗ് ദ റോൾ ഓഫ് പബ്ലിക് സെക്ടർ ആൻഡ് പ്രൊവൈഡിംഗ് മോർ ഓപ്പർച്യൂണിറ്റീസ് ടു ദ പ്രൈവറ്റ് സെക്ടർ. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ദ പ്രോസസ് ഓഫ് പ്രൈവറ്റൈസേഷൻ ത്രൂ ദ സെയിൽ ഓഫ് ദ ഷെയർ ഈസ് നോൺ ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. അതും ശരിയാണ്. പക്ഷേ ഈ പോയിന്റ് ഒന്നും ഒരു കുട്ടി എനിക്ക് തോന്നുന്നില്ല അത്രത്തോളം കാണാതെ പഠിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. സോ ഇവിടുത്തെ കറക്റ്റ് ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോത്ത് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് എന്നാണ്. പക്ഷേ ആ സമയത്ത് നമുക്കിത് കൺഫ്യൂഷൻ ഉണ്ടാക്കി നമ്മുടെ സമയം വെറുതെ കളയും. മൂന്നാമത്തെ ചോദ്യം, ഫെറസ് മെറ്റാലിക് മിനറൽ, നോൺ ഫെറസ് മെറ്റാലിക് മിനറൽ, ഓർഗാനിക് നോൺ മെറ്റാലിക് മിനറൽ, ഇൻഓർഗാനിക് നോൺ മെറ്റാലിക് മിനറൽസ്. എന്നിട്ട് ഒരുമാതിരി വൃത്തികെട്ട രീതിയിൽ ഒരു ഓപ്ഷൻ, വളരെ വളരെ മോശം. ഓക്കെ, അപ്പോൾ നോക്കാം. ഫെറസ് മെറ്റാലിക് മിനറലിനകത്ത് വരുന്നത് നമുക്ക് എന്താണ്? മാംഗനീസ് ആണ് വരുന്നത്. നോൺ ഫെറസ് മെറ്റാലിക് മിനറൽസ്, നോൺ ഫെറസ് എന്ന് പറയുമ്പോൾ ഇരുമ്പില്ലാത്ത, എന്നാൽ മെറ്റാലിക് ആയിട്ട് വരുന്നത് കോപ്പറാണ്. ഓർഗാനിക് നോൺ മെറ്റാലിക് എന്ന് പറയുമ്പോഴത്തേക്കും വരുന്നത് കോളാണെങ്കിൽ ഇനോർഗാനിക് നോൺ മെറ്റാലിക് വരുന്നത് മൈക്കയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എ എന്ന് പറയുന്നതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ എയുടെ ഓപ്ഷൻ 2 വരുന്ന ഏക ഉത്തരം സി ആയതുകൊണ്ട് നമ്മുടെ ഉത്തരം സി എന്ന് നമുക്ക് എന്ത് ചെയ്യാം? അനുമാനിക്കാം. ഓക്കെ, എന്നാലും ഇതും നമ്മുടെ സമയം ഒരുപാട് കളയുന്നതാണ്. സോഷ്യൽ പരീക്ഷയ്ക്കാണ്, എസ് എഴുതാൻ തന്നെ നമുക്ക് സമയം ആവശ്യം പോലെ വേണം. ഇതുപോലെയുള്ള ചോദ്യങ്ങൾ തന്നാൽ പോരെ, പിള്ളേരെ എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ടിക്കുന്നത്? Who led the Janata Party government that came to power in the India after the national emergency? ഏതാണ്? മൊറാർജി ദേശായി. അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ദ ക്രോണോളജിക്കൽ ഓർഡർ. ഇതും തെറ്റില്ല. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ ഇത്രയും ബുദ്ധിമുട്ടുണ്ടോ? അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് പിള്ളേരുടെ അടുത്ത് അങ്ങ് ബുക്ക് വരയ്ക്കാൻ പറഞ്ഞാൽ മതിയായിരുന്നു, ഈ ABC ഓപ്ഷൻ കൊടുക്കാതെ. അവർ കറക്റ്റ് ഓർഡർ വരച്ചു വെച്ചാണ്. ഇതിനേക്കാളും സമയം ലാഭിക്കാമെന്നാണ് എനിക്ക് തോന്നി. അപ്പോൾ നോക്കിയാൽ നമുക്ക് ആദ്യം പറഞ്ഞ ചമ്പാരൻ സത്യാഗ്രഹമാണ് ആദ്യം വരുന്നത്, അല്ലേ. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഏതെന്ന് പറയുന്നത് ജാലിയൻ വാലാബാഗ് മാസക്കർ. അത് കഴിഞ്ഞ് വരുന്നതാണ് ചൗരി ചൗര ഇൻസിഡന്റ്. ലാസ്റ്റ് വരുന്നതാണ് സ്വരാജ് ബാഗ്, അല്ലേ. ചമ്പാരൻ, അത് കഴിഞ്ഞ് 19 ചൗരി ചൗര, 22 ജാലിയൻ വാലാബാഗ് 19, ചൗരി ചൗര 22, സ്വരാജ് ബാഗ് 23. അപ്പോൾ 1. അപ്പോൾ ഓർഡർ വരുമ്പോഴത്തേക്ക് ഏത് വരും? നമുക്ക് ആദ്യം 2 വരുന്ന ഓപ്ഷൻ ഇത് മാത്രമേ ഉള്ളൂ. ബി ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയും. അടുത്ത്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കോണ്ടിനെന്റ്സ് വേർ ദ ഇക്വറ്റോറിയൽ റീജിയൻ ഈസ് നോട്ട് ഫൗണ്ട്?
ഇക്വറ്റോറിയൽ റീജിയൻ വരാത്ത ഭാഗം ഏതെന്ന്. ഇന്നലെ ഞാൻ നിങ്ങൾക്ക് മാപ്പ് ചോദ്യങ്ങൾ ചെയ്തപ്പോൾ ഞാൻ വരച്ച് കാണിച്ചെന്ന് പറഞ്ഞു തന്നത് ഓർക്കുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ വരച്ച് പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സിമ്പിളാണ് അല്ലേ. എന്തായാലും നോർത്ത് അമേരിക്ക വരത്തില്ല. ഒരു നോട്ട് കൊണ്ട് നോർത്ത് അമേരിക്കയാണ്. വീണ്ടും മാച്ച് ദ ഫോളോയിങ് തന്നിരിക്കുകയാണ്. ഓക്കെ, അതും മാച്ച് ദ ഫോളോയിങ് അല്ല വിഷയം. ഈ ഓപ്ഷൻസ് ഇങ്ങനെ ഒരു കുട്ടി പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകാൻ ഭയങ്കര ചാൻസ് കൂടുതൽ. അതാണ് ഞാൻ പറഞ്ഞത്, മാച്ച് ദ ഫോളോയിങ് നല്ലതാണ്. MS സ്വാമിനാഥൻ ഗ്രീൻ റെവല്യൂഷൻ ആണ്. ഫസൽ അലി എന്ന് പറയുന്ന സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷനാണ്. VP മേനോൻ ഇൻ്റഗ്രേഷൻ ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ് ആണ്. ഹോമി ജെ ബാബ സ്പേസ് റിസർച്ച് ആണ്. ഇത് വരച്ച് കാണിക്കാനൊക്കെ എളുപ്പമാണ്. പക്ഷേ ഇത് ഓപ്ഷൻസിലോട്ട് വരുമ്പോഴാണ്. അപ്പോൾ എയുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് 3 ആണ്. എയുടെ ഓപ്ഷൻ 3 വരുന്ന ഒരു ഓപ്ഷൻ മാത്രം തന്നതുകൊണ്ട് വളരെ സന്തോഷം. B ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത്, ഇഫ് ദ മാക്സിമം ആൻഡ് മിനിമം ടെമ്പറേച്ചർ ഓഫ് ഡേ ആർ 32 and 24 റെസ്പെക്റ്റീവ്ലി, കാൽക്കുലേറ്റ് ദ ഡെയിലി മീൻ ടെമ്പറേച്ചർ. ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ മാക്സിമം പ്ലസ് മിനിമം ബൈ 2 ആണ്. 32 + 24 56 വരും. ബൈ 2 28 ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. നല്ലൊരു ചോദ്യം. അടുത്ത, ഇനിയാണ് ചോദ്യത്തിൻ്റെ രൂപം മാറുന്നത്. നമുക്ക് 2 മാർക്കിൻ്റെ ചോദ്യമാണ്. ചോദ്യത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇൻ 2 or more sentences. അത് നിങ്ങൾ ശ്രദ്ധിച്ചോ. അപ്പോൾ ഈ പറയുന്ന ചോദ്യങ്ങളുടെ ഉത്തരം എല്ലാം മിനിമം 2 സെൻറ്റൻസ് എങ്കിലും നിങ്ങൾ എഴുതണം. അങ്ങനെ എഴുതിയാലേ നമ്മളെ ടീച്ചേഴ്സിന് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. 90% നിങ്ങളുടെ ആൻസർ പേപ്പറിലെ ഓരോ ഉത്തരവും ഫുള്ളൊന്നും ഒരു ടീച്ചർ വായിച്ചു നോക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അപ്പോൾ നമ്മളൊരു ആൻസർ ഷീറ്റ് മറിച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ 2 പാരഗ്രാഫിൽ എഴുതിയിട്ടുണ്ട് ഇതുമായി റിലേറ്റ് ചെയ്ത പോയിന്റ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ വായിക്കാൻ നിൽക്കാതെ ആ 2 പോയിന്റിനും ടിക്കറ്റ് ഇട്ടായിരിക്കും അവിടെ 2 മാർക്ക് ഇടുന്നത്. ഒരു ലൈനിലോ അല്ലെങ്കിൽ ഒരു ചെറിയ പാരഗ്രാഫായിട്ടോ എഴുതി കഴിഞ്ഞാൽ മേ ബി നിങ്ങൾ ഈ പറയുന്ന ചോദ്യത്തിൻ്റെ കംപ്ലീറ്റ് ഉത്തരവോടെ ഉണ്ടെങ്കിലും മാർക്ക് വീഴാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ അങ്ങനെ തന്നെ എഴുതുക. ഓക്കെ, പോയിന്റ് ആക്കി എഴുതി കഴിഞ്ഞാൽ അത്രയും നല്ലത്. വാട്ട് ഈസ് മെൻ ബൈ സ്റ്റീരിയോ ടൈപ്പ്? കോമൺ സെൻസ് നോളജ് ഈസ് ഓഫൺ ബേസ്ഡ് അപ്പോൺ സ്റ്റീരിയോ ടൈപ്പ്. റൈറ്റ് ആൻ എക്സാമ്പിൾ ആണ് പറഞ്ഞത്. 3 ഭാഗമുണ്ട്. എന്താണ് സ്റ്റീരിയോ ടൈപ്പ് എന്ന് എഴുതുക. കോമൺ സെൻസ് നോളജും സ്റ്റീരിയോ ടൈപ്പുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അതൊരു സെൻറ്റൻസ് ആയിട്ട് എഴുതാം, എക്സാമ്പിളും എഴുതാം. അപ്പോൾ എങ്ങനെ നമ്മൾ ഉത്തരം എഴുതുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ സ്റ്റീരിയോ ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എഴുതേണ്ടത് എന്താണ്? സ്റ്റീരിയോ ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഓക്കെ, അപ്പോൾ സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ. ജനറൽ ആയിട്ട് നമ്മൾ എന്ത് പറയുന്നു? നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു, അല്ലെങ്കിൽ ഒരു ബിലീഫിനെയോ ഒരു ഐഡിയയോ പറ്റി നമ്മൾ ഇങ്ങനെ ജനറൽ ആയിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ, ഹിന്ദുക്കൾ ഇങ്ങനെയുള്ളവരാണ്, മുസ്ലിങ്ങൾ ഇങ്ങനെയുള്ളവരാണ്, യൂത്ത് ഇങ്ങനെയുള്ളവരാണെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഐഡിയയെ പറ്റിയിട്ടോ ബിലീഫിനെ പറ്റിയിട്ടോ ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പറയുമ്പോഴാണ് അതിനെ എന്തെന്ന് പറയുന്നത്? സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറയുന്നത്. ഇത് പലപ്പോഴും എന്തായിരിക്കും? ഇത് പാർഷ്യലി മാത്രമായിരിക്കും ട്രൂ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പാർഷ്യലി ട്രൂ എന്നുള്ള കാര്യം എഴുതണം. എന്നിട്ട് ഇതിൻ്റെ എക്സാമ്പിളായിട്ട് 3ാമത്തെ എഴുതുന്നത് എന്തൊക്കെയാണ്? ടീനേജേഴ്സ് ആർ ഓഫൺ റിബലിയസ്. അല്ലെങ്കിൽ എന്താണ്? എ ഗുഡ് ഗ്രേഡ് അല്ലെ, എ ഗുഡ് ഗ്രേഡ് ക്യാൻ ഓൺലി ബി അച്ചീവ്ഡ് ബൈ സ്റ്റഡിയിങ് ലോങ്ങർ അവേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ തന്നിട്ടുണ്ട്. അത് ഏതിൽ എഴുതി കഴിഞ്ഞാൽ ഒരു ടീച്ചർ നോക്കുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അത് ഈ പറഞ്ഞത് എന്താണ്? ഇത് പാർഷ്യലാണെന്നുള്ളത് പറയുന്നുണ്ട്, എക്സാമ്പിൾ പറയുന്നുണ്ട്, 2 മാർക്ക് കിടക്കും. അങ്ങനെയാണ് വരുന്നത്. അടുത്ത 10ാമത്തെ ചോദ്യം, ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ ഡസ് നോട്ട് എക്സ്പീരിയൻസ് എ ഡിസ്റ്റിങ്ക്റ്റ് ഡ്രൈ സീസൺ. ഡു യു എഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ്? സബ്സ്റ്റാൻഷിയേറ്റ് യുവർ ആൻസർ. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ കാര്യം എന്താണ്? ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയണിൽ എന്തില്ല? ഒരു ഡ്രൈ സീസൺ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല എന്നതാണ് സ്റ്റേറ്റ്മെൻറ്റ്. നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആദ്യം പറയേണ്ടത് എന്താണ്? എഗ്രി ചെയ്യുന്നുണ്ടോ ഇല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം പറയേണ്ടത് എന്താണ്? യെസ് എന്ന് ആദ്യം എടുത്ത് എഴുതണം. എഗ്രി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനവിടെ മാർക്ക് വീഴും. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇക്വറ്റോറിയൽ റീജിയണിൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഡ്രൈ സീസൺ. അതിൻ്റെ കാരണം എന്താണ്? ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് വേരിയേഷൻ ഇൻ ഡയഗണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. അപ്പോൾ തന്നെ എന്താണ്? വിൻ്റർ നേരാവണ്ണം വരുന്നില്ല, അല്ലെങ്കിൽ ഡ്രൈ സീസൺ വരുന്നില്ല. അതുപോലെ തന്നെ എന്താണ്? ദർ ഈസ് അബണ്ടൻറ്റ് റെയിൻഫോൾ. ദർ ഈസ് അബണ്ടൻറ്റ് റെയിൻഫോൾ ത്രൂ ഔട്ട് ഡ്യൂ ടു എന്താണ്? കൺവെക്ഷൻ റെയിൻ എന്ന പോയിന്റുകളാണ് ഒരു ടീച്ചർ പറയുന്ന ഉത്തരക്കടലാസിലേക്ക് നോക്കുന്നത്. അതായത് നിങ്ങളുടെ ഉത്തരം പറഞ്ഞു എന്താ കാരണം? എന്തുകൊണ്ട് അവിടെ റെയിൻ സീസൺ ഇല്ലാത്തത്? അവിടെ അബണ്ടൻ്റ് ആയിട്ട് റെയിൻഫോൾ ഉണ്ട്. അവിടെ ഈ കൺവെക്ഷൻ റെയിൻഫോൾ എന്ന് പറയുന്ന ആ ഒരു കാര്യം കൂടെ നിങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടൊരു ടീച്ചർ പിന്നെ അവിടെ കൂടുതലൊന്നും നോക്കാൻ നിൽക്കത്തില്ല. നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യും? മാർക്കിടും. കാരണം നമുക്കറിയാം ഇക്വറ്റോറിയൽ റീജിയനിൽ സൂര്യപ്രകാശം നന്നായിട്ട് കിട്ടും. ആഫ്റ്റർനൂൺ റെയിൻഫോൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് അവിടെ എവർഗ്രീൻ ഫോറസ്റ്റ് ഉണ്ടാകുന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 2 വാക്കുകളാണ് അവിടെ ഒരു ടീച്ചർ എന്ത് ചെയ്യുന്നത്? നോക്കുന്നത്. അത് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഇലൂസിഡേറ്റ് ദ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്ത് നിങ്ങൾ അവിടെ താഴെയായിട്ട്. ഓക്കെ, ഇലൂസിഡേറ്റ് ദ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെർക്കൻറ്റലിസം. മെർക്കൻറ്റലിസത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആദ്യം മെർക്കൻറ്റലിസം എന്താണെന്ന് എഴുതണം. മെർക്കൻറ്റലിസം എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് എൻ എക്കണോമിക് പോളിസി. ഇതൊരു എക്കണോമിക് പോളിസിയാണ്. എന്തായിരുന്നു? നേഷൻസ് എയിംഡ് അറ്റ് അക്യുമുലേറ്റിംഗ് വെൽത്ത് ഇൻ ദ ഫോം ഓഫ് ഗോൾഡ് ആൻഡ് സിൽവർ അല്ലേ. അപ്പോൾ ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും ഫോമിൽ വെൽത്ത് അക്യുമുലേറ്റ് ചെയ്യാനുള്ള രാജ്യങ്ങളുടെ, കൊളോണിയൽ രാജ്യങ്ങളുടെ ഒരു എക്കണോമിക് പോളിസിയാണ് എന്തെന്ന് പറയുന്നത്?
മെർക്കൻറ്റിലിസം എന്ന് പറയുന്നത്. അത് ആദ്യം അവിടെ എഴുതി വെക്കണം, ഒരു പാരഗ്രാഫായി. ഓക്കെ, അടുത്തൊരു ഫീച്ചർ എന്തായിരിക്കും? എന്താണ് ദ കൺട്രീസ് എയിംഡ് അറ്റ് അക്യുമുലേറ്റിംഗ് ഗോൾഡ് ആൻഡ് സിൽവർ ത്രൂ ട്രേഡ്. അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദ കൺട്രീസ് എക്കണോമിക് പ്രോഗ്രസ് വാസ് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് ഗോൾഡ് ആൻഡ് സിൽവർ. ഇതൊക്കെയാണ് എൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. സോ ദ കൊളോണിയൽ പോളിസീസ് മെയിൻലി എയിംഡ് അറ്റ് അക്യുമുലേറ്റിംഗ് ആസ് മച്ച് എസ് വെൽത്ത്. ഇങ്ങനെ ഒരു പോയിന്റ് അങ്ങ് എഴുതി വെച്ചാൽ കിട്ടും. അതായത് ഇത്രയേ ഉള്ളൂ. മെർക്കന്റിലിസം എന്ന് പറയുന്നത് ഒരു എക്കണോമിക് പോളിസിയാണ്. ആ എക്കണോമിക് പോളിസിയിൽ രാജ്യങ്ങൾ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും രൂപത്തിൽ വെൽത്തിനെ അക്യുമുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. 2, ഒരു രാജ്യത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ആ രാജ്യത്തിൽ എത്ര സ്വർണവും വെള്ളിയും ഉണ്ട് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി ആയിരുന്നു. 2, അപ്പം തന്നെ മാർക്ക് വീഴും. 3, രാജ്യങ്ങൾ ഇത് അക്യുമുലേറ്റ് ചെയ്യാനായിട്ടുള്ള പ്രാക്ടീസസ് നടത്തി വന്നു, തുടർന്ന് വന്നു എന്ന് എഴുതുമ്പോഴത്തേക്ക് അവിടെ മാർക്ക് വീഴും. അടുത്ത 12ാമത്തെ ചോദ്യം. റൈറ്റ് എ നോട്ട് ഓൺ ദ ഹ്യൂമിഡ് വിന്റർ സീസൺ എക്സ്പീരിയൻസ്ഡ് ഇൻ ദ മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ. മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയനിൽ എന്തുകൊണ്ടാണ് ഹ്യൂമിഡായ വിന്റർ ഉണ്ടാകുന്നത്? മെഡിറ്ററേനിയൻ ക്ലൈമറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഡ്രൈ സമ്മറും ഹ്യൂമിഡ് വിന്ററുമാണ്. അപ്പം ഡ്രൈ സമ്മർ ഹ്യൂമിഡ് വിന്ററും ഉള്ള ഈ പറഞ്ഞ മെഡിറ്ററേനിയൻ ക്ലൈമറ്റിൽ എന്തുകൊണ്ടാണ് ഹ്യൂമിഡിറ്റി ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ അവിടെ നിങ്ങളുടെ ടീച്ചർ എക്സ്പീരിയൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഉത്തരം എന്ന് പറയുന്നത് എന്തായിരിക്കും? ടീച്ചർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഉത്തരം എന്ന് പറയുന്നത് ഇത്രയേ ഉണ്ടാവത്തുള്ളൂ. എന്തായിരിക്കും? നിങ്ങളവിടെ വെസ്റ്റേർലീസിൻ്റെ ഇൻഫ്ലുവൻസിനെ പറ്റി പറയണം. വെസ്റ്റേർലീസ്, കാരണം വെസ്റ്റേർലീസ് എന്ന കാറ്റ് ഈ പറയുന്ന മെഡിറ്ററേനിയൻ ഭാഗത്ത് വിന്റർ സമയത്ത് എന്ത് ചെയ്യും? മഴ പെയ്യിപ്പിക്കും. 30 മുതൽ ഏതാണ്ട് 75 സെൻറ്റിമീറ്റർ വരെ നമുക്ക് വിന്റർ സമയത്ത് മഴ കിട്ടും. അതുകൊണ്ടാണ് അവിടെ ഹ്യൂമിഡ് വിന്റർ ഉണ്ടാകുന്നത്. ഓക്കെ, ഇപ്പോൾ ഹ്യൂമിഡ് എന്ന് വെച്ചാൽ എന്താണ്? ഈർപ്പമുള്ളത്. മറ്റൊരു കാലാവസ്ഥാ മേഖലകളിലും ഹ്യൂമിഡ് സമ്മറുകളാണ് ഉണ്ടാകുന്നത്, പക്ഷേ ഹ്യൂമിഡ് വിന്ററുകൾ ഉണ്ടാകാറില്ല. അപ്പോൾ ഹ്യൂമിഡ് വിന്റർ ഉണ്ടാകുന്നതിൻ്റെ കാരണം അവിടുത്തെ വെസ്റ്റേർലീസിൻ്റെ ഇൻഫ്ലുവൻസ് ആണെന്നുള്ള ഉത്തരവാണ് അവിടെ വേണ്ടത്. അപ്പോൾ നിങ്ങൾ ആദ്യം മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ എന്താണെന്ന് എഴുതണം. മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ ഈസ് മെയിൻലി അറൗണ്ട് മെഡിറ്ററേനിയൻ സീ ഇൻ ദ യൂറോപ്യൻ ഭാഗം. അടുത്ത് ഇറ്റ് ഈസ് എ പർട്ടിക്കുലർ ക്ലൈമാറ്റിക് കണ്ടീഷൻ ഇൻ വിച്ച് ഡ്രൈ സമ്മർ ആൻഡ് ഹ്യൂമിഡ് വിന്റർ ഈസ് എക്സ്പീരിയൻസ്ഡ്. അടുത്ത വിന്റർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 10 to എത്രയാണ് 16 ഡിഗ്രി സെൽഷ്യസ് വരെയാണെന്ന് എഴുതാം. ഹിയർ ദ winter rainfall is from 30 to 75 centimeter and the reason for the winter rainfall is the influence of the westerlies. മാർക്ക് വീണു. ഓക്കെ, ഇതാണ് ഇവിടെ എഴുതി വെക്കേണ്ടത്. വെസ്റ്റർലീസ് എന്ന കാറ്റ് അറിയാലോ. വെസ്റ്റർലീസ് എന്ന കാറ്റ് കടലിൽ നിന്ന് കരയിലോട്ട് വീശുമ്പോൾ അത് ഈ സമയത്ത് എന്തുകൊണ്ട് കൊടുക്കും? മഴ കൊണ്ട് കൊടുക്കും. Why did strong protest raised against the Rowlatt Act? Rowlatt Actനെതിരെ എന്തുകൊണ്ടാണ് സ്ട്രോങ് പ്രൊട്ടസ്റ്റ് ഉണ്ടായത്? അപ്പോൾ നിങ്ങൾ ആദ്യം എഴുതേണ്ടത് എന്താണ്? റൗലറ്റ് ആക്ട് എപ്പോഴാണ് വന്നത്? റൗലറ്റ് ആക്ട് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇൻ 1919. 1919 ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ടു സപ്രസ് ദ പ്രൊട്ടസ്റ്റുകളെ സപ്രസ് ചെയ്യാൻ. പ്രധാനപ്പെട്ട ഫീച്ചർ ആയിരുന്നു എന്താണ്? എനിവൺ കുഡ് ബി അറസ്റ്റഡ് വിത്തൗട്ട് എനി വാറന്റ്, എനിവൺ കുഡ് ബി ജയിൽഡ് വിത്തൗട്ട് എനി ട്രയൽ. ഈ 2 പോയിന്റുമാണ് അവിടെ ടീച്ചർ എക്സ്പെക്ട് ചെയ്യുന്നത്. അത് രണ്ടും പറഞ്ഞാൽ, കാരണം ഇത് രണ്ടും ജനങ്ങളെ അഫക്ട് ചെയ്യുന്നതാണ്, പ്രൊട്ടസ്റ്റിനെ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ദ പീപ്പിൾ എന്താണ് പ്രൊട്ടസ്റ്റഡ് അഗൈൻസ്റ്റ് ദിസ് ലോ. ഗാന്ധിജി ഓർഗനൈസ്ഡ് ഡേ എന്താണ്? നാഷൻ വൈഡ് ഹർത്താൽ എഴുതി വെച്ചാൽ മതി, അവിടെ മാർക്ക് വീഴും. അപ്പോൾ 2 കാര്യങ്ങളാണ്. ആരെയും നമുക്ക് വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനും ആരെയും വിചാരണ കൂടാതെ തടവിലടയ്ക്കാനും പറ്റും എന്നതായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട 2 പോരായ്മകൾ. ഇതിനെതിരെയാണ് സമരം ചെയ്തത്. അപ്പോൾ ഇത് 2 പോരായ്മ അവിടെ ഉത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ മാർക്ക് കിട്ടും. ഓക്കെ, പ്രിപ്പയർ എ നോട്ട് ഓൺ ദ സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെൻ്റ് ആണ് 14ാമത്തെ ചോദ്യം. സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊരു കുട്ടിക്ക് ചിലപ്പോൾ പെട്ടെന്ന് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെൻ്റ് എന്ന് പറയുമ്പോൾ ഏത് ചാപ്റ്റർ ഏതാ സംഭവം എന്ന് തോന്നും. അപ്പോൾ സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെൻ്റ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ പ്രിൻസിലി സ്റ്റേറ്റുകളുടെ യൂണിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് വന്ന ഒന്നാണ് ഇതാണ് സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. എന്തായിരിക്കും അതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? അവിടെ സ്റ്റാൻഡ് സ്റ്റിൽ, അതായത് കൺട്രോൾ ഫുൾ ആരുടെ കയ്യിൽ തന്നെ ആയിരിക്കും? പ്രിൻസിലി സ്റ്റേറ്റിൻ്റെ കയ്യിൽ തന്നെ ആയിരിക്കും. അതായത് കീപ് ദ തിങ്സ് അസ് ദേ ആർ ബിഫോർ, എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് സ്റ്റേറ്റുകൾക്ക് അധികാരം കൊടുക്കുന്ന ഒന്നാണ് പ്രിൻസിലി സ്റ്റേറ്റുകൾക്ക് അധികാരം കൊടുക്കുന്ന ഒന്നാണെന്ന് പറയുന്നത് സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ടു അവോയ്ഡ് ജോയിനിങ് പാകിസ്ഥാൻ ജോയിൻ ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാനും കുറച്ച് സമയം സ്റ്റേറ്റുകൾക്ക് കൊടുക്കുക എന്നുള്ളതുമായിരുന്നു പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 പോയിന്റുകൾ അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്ത് കിട്ടും? പ്രധാനമായിട്ട് കിട്ടും. അതായത് മെയിൻ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു പ്രിവെൻറ്റ് കൺട്രീസ് ഫ്രം, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ സ്റ്റേറ്റ്സ് ഫ്രം ജോയിനിങ് പാകിസ്ഥാൻ. അത് എഴുതി കഴിഞ്ഞാൽ അവിടെ മാർക്ക് കിട്ടും. 15. എ ടൈപ്പ് ഓഫ് മാസ് വേസ്റ്റിംഗ് ദാറ്റ് ഓഫൺ ഒക്കർ ഇൻ ദ ഹൈ റേഞ്ച് ഏരിയാസ് ഓഫ് കേരള ഈസ് കോൾഡ് ഉരുൾപൊട്ടൽ. അപ്പോൾ ഉരുൾപൊട്ടൽ എന്ന് പറയുന്ന ഒരു മാസ് വേസ്റ്റിംഗ് ആണ്. അപ്പോൾ എന്താണ് ഉരുൾപൊട്ടൽ? ഇത് എങ്ങനെയാണ് വെതറിങ്ങിൽ നിന്ന് വ്യത്യാസമാകുന്നതെന്നാണ് ചോദ്യം. അപ്പോൾ ആദ്യം നിങ്ങൾ ഉരുൾപൊട്ടൽ എന്താണെന്ന് എഴുതണം. എന്താ ഉരുൾപൊട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓക്കെ, ഉരുൾപൊട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇതാ കിടക്കുന്നു കണ്ടോ. ഉരുൾപൊട്ടൽ എന്ന് വെച്ചാൽ എന്താണ്? ലാൻഡ് സ്ലൈഡും ഡീബ്രി ഫ്ലോയും ആണ്. ഇപ്പോൾ ഉരുൾപൊട്ടൽ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ലാൻഡ് സ്ലൈഡ് ആൻഡ് ഡീബ്രി ഫ്ലോ ദാറ്റ് ഈസ് ലോക്കലി നെയിംഡ് as ഉരുൾപൊട്ടൽ.
ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് മാസ് വേസ്റ്റിംഗ്. ഇത് ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട് അല്ലേ. ലാൻഡ് സ്ലൈഡ് ഡീബ്രി ഫ്ലോയും ഓർമ്മ കാണും, ഇത് ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്. അതെടുത്ത് ആദ്യം ഉരുൾപൊട്ടൽ എന്താണെന്ന് എഴുതുക. അപ്പോൾ എന്താ ഉരുൾപൊട്ടൽ സംഭവിക്കുന്നത്? സഡൻ ആയിട്ട് റോക്കും സോയിലും ഡീബ്രീസും ഒക്കെ എന്ത് ചെയ്യും? ഹയർ ഏരിയയിൽ നിന്ന് താഴത്തെ ഏരിയയിലോട്ട് വരും ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിൽ. ഇത് തന്നെയാണ് മാസ് വേസ്റ്റിംഗ് അതും പറയുന്നത്. അപ്പോൾ അതവിടെ എഴുതുക. എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഹെവി റെയിൻഫോളും ക്ലൗഡ് ബസ്റ്റ് എർത്ത് വേക്കും ഒക്കെ കൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത്. ലൂസ് മെറ്റീരിയൽ താഴേക്ക് വരും. ഇതിലേതെങ്കിലും 2 എഴുതിയാൽ മതി, 4 എഴുതണമെന്നല്ല. മാസ് വേസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഇപ്പോൾ എന്താണ് അതുകൂടെ അവിടെ പറയണം. കാരണം ഉരുൾപൊട്ടൽ ഈസ് എ ടൈപ്പ് ഓഫ് മാസ് വേസ്റ്റിംഗ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ മാസ് വേസ്റ്റിംഗ് എന്താണെന്നുള്ളത് കൂടി ഒന്ന് ഡിഫൈൻ ചെയ്തോ. അത് കഴിഞ്ഞിട്ടാണ് വെതറിങ്ങുമായിട്ടുള്ള വ്യത്യാസം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വെതറിങ് എന്ന് വെച്ചാൽ എന്താണ്? റോക്ക് ഓൺ ദ എർത്ത് സർഫസ് ബ്രോക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും? അത് ഫ്രാഗ്മെന്റുകളായിട്ട് മാറും. ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ. ഇത് എഴുതി വെച്ചാൽ മതി. അവിടെ മാർക്ക് വീഴും. അതായത് ഇതിനെപ്പറ്റി വ്യത്യാസം അല്ലെങ്കിൽ എന്താണ് ഡിഫറൻസ് എന്നൊക്കെ എഴുതി നിറയ്ക്കേണ്ട ആവശ്യമില്ല. 2 മാർക്കല്ലേ ഉള്ളൂ. അപ്പോൾ അത്ര എഴുതിയാൽ മതി. അവിടെ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. മാർക്ക് നോക്കി എഴുതുക. ഇനി വരുന്നു 3 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. ഇനി തൊട്ട് കുറച്ചധികം ഉണ്ട്. ഓക്കെ, 3 മാർക്കിൽ നിങ്ങൾക്ക് ചില ഓർ ചോദ്യങ്ങളും തന്നിട്ടുണ്ട്. അപ്പോൾ ഓർ ചോദ്യങ്ങൾ വ്യക്തമായി വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ചൂസ് ചെയ്യാൻ. അറിയാമെന്നുള്ളത് എഴുതാവും. 1ാമത്തെ ചോദ്യം അല്ലെങ്കിൽ 16ാമത്തെ ചോദ്യം. അനലൈസ് ദ ഫാക്ടേഴ്സ് ദാറ്റ് കോസ് ടെൻഷൻ ഇൻ ദ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ. ബി പാർട്ട് എക്സ്പ്ലെയിൻ ദ ഫാർമർ മൂവ്മെന്റ് ദാറ്റ് ഹാവ് എമർജ്ഡ് ഇൻ ഇന്ത്യ അഡ്രസ്സിംഗ് ദ പ്രോബ്ലം ഫേസ്ഡ് ബൈ ദ ഫാർമേഴ്സ്. ഞാനാണെങ്കിൽ അത് ഞാൻ ഈ ചോദ്യം എഴുതത്തുള്ളൂ, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ. കാരണം എനിക്ക് ഇതിനകത്ത് എന്തൊക്കെ അറിയാം. സെൻട്രലും സ്റ്റേറ്റും ഇപ്പോൾ നമ്മുടെ കേരളത്തോട് തന്നെ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും എപ്പോഴും തമ്മിൽ തല്ലാണ്, അറിയാമല്ലോ. തമ്മിൽ കുറ്റപ്പെടുത്തും. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് എന്തൊക്കെയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ തന്നെ എന്തൊക്കെ വരും? ഒന്ന്, കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റുകൾക്കാണ് കൂടുതൽ പവർ കൊടുത്തേക്കുന്നത്. ഉത്തരം തന്നെ നമുക്ക് നോക്കാം. ഓക്കെ, 1 പവർ ഡിവിഷൻ. അപ്പോൾ ഈ ഒരു ചോദ്യം 3 മാർക്കാണ്. അപ്പോൾ 3 ഹെഡിങ്ങോ 3 പോയിന്റോ എങ്കിലും നമുക്ക് വേണം. അപ്പോൾ അതിൽ 1ാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്രവും അല്ലെങ്കിൽ ഈ പറയുന്ന സംസ്ഥാനം തമ്മിൽ പ്രശ്നം ഉണ്ടാക്കാനുള്ള 1ാമത്തെ കാരണമാണ് പവറിൻ്റെ ഡിവിഷൻ. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ കേന്ദ്രത്തിന് കൂടുതൽ പവറും കേരളത്തിന് കുറച്ച് പവറും തന്നിട്ടുണ്ട്. 2 പൊളിറ്റിക്കൽ ഇഷ്യൂസ്. കേന്ദ്രവും കേരളവും എന്തായിരിക്കും തമ്മിൽ ഇടപെടും. കാരണം ഇത് രണ്ടും 2 പാർട്ടികളാണ് ഭരിക്കുന്നതെങ്കിൽ. 3 ഗവർണറിൻ്റെ ഇൻഫ്ലുവൻസ്. കാരണം ഗവർണറിനെ അപ്പോയിന്റ് ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെൻറ് ആണ്. ഈ ഗവർണർ സപ്പോർട്ട് ചെയ്താലേ കേരളത്തിലെ നിയമങ്ങളൊക്കെ പാസ്സാവത്തുള്ളൂ. അപ്പോൾ ഈ അൺഇലക്റ്റഡ് ആയിട്ടുള്ള ആൾ കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിൽ വരുന്നത് കേരളത്തിനെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റേറ്റിനെ കൺട്രോൾ ചെയ്യാനാണ്. ഈ 3 പോയിന്റുകൾ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്താൽ തന്നെ മതി. ഓക്കെ, നമുക്ക് എന്ത് കിട്ടും? വേണമെങ്കിൽ ഈ പറയുന്ന സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ സുഖമായിട്ട് അവിടെ 3 മാർക്ക് കിട്ടും. ഇതിൽ പഠിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ വാർത്തയൊക്കെ കാണുന്ന ഒരു കുട്ടിക്ക് എഴുതാൻ പറ്റുന്ന കാര്യമല്ലേ. അപ്പോൾ അതാണ് ഇതിനകത്ത് വരുന്നത്. ഇനി അതിൻ്റെ ബി പാർട്ടിലാണെങ്കിൽ കിസാൻ്റെ സർവീസാണ്. പക്ഷേ അതിനകത്ത് നിങ്ങൾ എഴുതുമ്പോഴത്തേക്കും പ്രശ്നം, നിങ്ങൾക്ക് ഈ പറഞ്ഞ ഓർഗനൈസേഷൻസിൻ്റെ പേര് അവിടെ കൊടുത്താൽ നല്ലതായിരിക്കും. കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ പറഞ്ഞ 3 മാർക്ക് കിട്ടണമെന്ന് ഇല്ല. അതായത് നമുക്ക് അറിയാം, ഭാരതീയ കിസാൻ യൂണിയൻ ഉത്തർപ്രദേശിൽ, ഷേഡ്കാരി സംഘടൻ മഹാരാഷ്ട്രയിൽ, റൈത്ത സംഘ് കർണാടകയിലൊക്കെ ഫാർമർ പ്രൊട്ടസ്റ്റിന് വേണ്ടിയാണ് വന്നത്. ഫാർമർ പ്രൊട്ടസ്റ്റുകൾ എന്തിനായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഈ പറഞ്ഞ ലിബറലൈസേഷനും അതുപോലെ തന്നെ ഗ്രീൻ റെവല്യൂഷൻ്റെ ഫെയിലിയറുമാണ് കാരണം. ഗ്രീൻ റെവല്യൂഷൻ വന്നതിന് ശേഷം കൃഷിക്കാർക്ക് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രൊഡക്ഷൻ കുറഞ്ഞു. ആദ്യകാലങ്ങളിൽ കൂടിയെങ്കിലും പിന്നീട് കുറഞ്ഞു, ജോലി നഷ്ടപ്പെട്ടു. മെഷീനുകൾ വന്നതോടെ അവർക്ക് പ്രശ്നങ്ങളുണ്ടായി. ലിബറലൈസേഷൻ വന്നതിന് ശേഷം എന്ത് പറ്റി? ലിബറലൈസേഷൻ വന്നതിന് ശേഷം അവർക്ക് ഈ പറയുന്ന പുറത്തു നിന്നുള്ള സാധനങ്ങൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത് തുടങ്ങിയതിന് ശേഷം അവരുടെ സാധനങ്ങൾക്ക് വില കിട്ടാതായി. അങ്ങനെ തൊഴിൽ നഷ്ടപ്പെട്ടു. അതെഴുതാം. പിന്നെ ഈ പറഞ്ഞ സംയുക്ത കിസാൻ മോർച്ചയുടെ പ്രൊട്ടസ്റ്റ് മറ്റേ അവസാനം നടന്നില്ല ഡൽഹിയിൽ. അപ്പോൾ അതും നമുക്ക് എന്താണ് നമ്മൾ ഈ പറഞ്ഞ മിഡിൽ മാന് എതിരെ ആയിരുന്നെങ്കിലും അത് കർഷകർ വേറെ സെൻസിലാണ് എടുത്തത്. അപ്പോൾ ഇതൊക്കെ എഴുതണം. അപ്പോൾ ഇതിനേക്കാളും എളുപ്പം എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ കേന്ദ്ര സംസ്ഥാനത്തിൻ്റെ ഈ കേസ് എഴുതുന്നതായിരിക്കും എന്നാണ്. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടം. എങ്കിൽ അടുത്ത് 17ാമത്തെ ചോദ്യം, ഓപ്ഷൻ ഒന്നുമില്ല. ഇവാലുവേറ്റ് ദ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. നല്ലൊരു സിമ്പിൾ ചോദ്യം അല്ലേ. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ പ്രത്യേകം നമ്മൾ ടേബിളിൽ പഠിച്ചതാണ്. ലേബേഴ്സിൻ്റെ എക്സ്പ്ലോയിറ്റേഷൻ. ഇത് ഇപ്പോൾ എത്ര പോയിന്റ് ഉണ്ട്? 6 പോയിന്റ് ഉണ്ട്. 3 മാർക്ക് ചോദ്യമാണ്. 1 പോയിന്റ് അര മാർക്ക് വെച്ച് 6 പോയിന്റ് എഴുതിയാൽ 3 മാർക്ക് കൂടെ കിട്ടും. വെറുതെ വലിച്ചു നീട്ടി എക്സ്പ്ലെയിൻ ചെയ്യണമെന്നൊന്നും ഇല്ല. പക്ഷേ 6 പോയിന്റ് വേണം. 1 പോയിന്റ് അര മാർക്ക് വെച്ചൊക്കെ തരത്തുള്ളൂ. അപ്പോൾ നമ്മൾ 2 പോയിന്റെങ്കിലും 1 മാർക്കിന് വേണ്ടി എഴുതണം. വൃത്തിയുള്ള പോയിന്റ് ആയിരിക്കണം. 1, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നതിന് ശേഷം ലേബേഴ്സ് എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ടു. പോവർട്ടിയും എപ്പിഡെമിക്സും സ്പ്രെഡായി. ലോങ് വർക്കിംഗ് അവേഴ്സും ലോ വേജസും ആയിരുന്നു. സ്ലംസുകളുണ്ടായി, പൊല്യൂഷൻ കൂടി, ലേബേഴ്സിൻ്റെ ലൈഫ് മിസറബിളായി. ഇനി ഇതൊന്നും ഓർമ്മ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, വ്യാവസായികവൽക്കരണം വരുമ്പോൾ സാധാരണക്കാരനുണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെ. എന്തെങ്കിലുമൊക്കെ 2 പോയിന്റ്, ഒരു 6 പോയിന്റ് ടു 8 പോയിന്റ് നിങ്ങൾക്ക് ഇതിനകത്ത് എഴുതാൻ പറ്റിയാൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അടുത്ത് 18ാമത്തെ ചോദ്യം. ലാംഗ്വേജ് പ്ലേസ് എ മേജർ റോൾ ഇൻ ഫോസ്റ്ററിംഗ് റെസ്പെക്ട് ഫോർ ആൻഡ് കോ എക്സിസ്റ്റൻസ് വിത്ത് ദ കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഓഫ് അവർ കൺട്രി. സബ്സ്റ്റാൻഷിയേറ്റ് ദ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്, ഇവിടെ റിലീജിയൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നുകിൽ ലാംഗ്വേജ് അല്ലെങ്കിൽ റിലീജിയൻ, ഏതാണ് നിങ്ങളുടെ സൗകര്യം എന്ന് വെച്ചാൽ എഴുതാം.
ലാംഗ്വേജ് ആണെങ്കിൽ 3 പോയിന്റാണ് എഴുതേണ്ടത്. ഒന്ന്, മേക്ക് ദ കൾച്ചറൽ ട്രഡീഷൻസ് ഓർഗാനിക്. 2, പ്രൊവൈഡ് എ സെൻസ് ഓഫ് ഐഡന്റിറ്റി. അടുത്ത, ഫോസ്റ്റർ റെസ്പെക്ട് ഫോർ ആൻഡ് കോഎക്സിസ്റ്റൻസ് വിത്ത് കൾച്ചറൽ ഡൈവേഴ്സിറ്റി. 3ഉം നോട്ട് ഞാൻ തന്നതിനകത്ത് ടെക്സ്റ്റ് ബുക്കിലും 3 പോയിന്റായിട്ട് തന്നെ ഉണ്ട്. ഇവിടെ പോയിന്റിനോടൊപ്പം നമ്മൾ എക്സ്പ്ലനേഷൻ കൂടെ എഴുതുന്നതുകൊണ്ട് 3 എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടും. അപ്പോൾ ഭാഷ എന്താണ് ഉണ്ടാക്കുന്നത്? നമ്മുടെ കൾച്ചറൽ ട്രഡീഷൻസിനെ ഓർഗാനിക് ആക്കുന്നു. നമ്മൾ ഈ പറയുന്ന പാട്ടുകളിലൂടെ, നമ്മൾ സംസാരിക്കുന്നതിലൂടെ, ഭാഷയിലൂടെ, എഴുത്തിലൂടെ നമ്മുടെ ട്രഡീഷൻസ് എന്ത് ചെയ്യുന്നു? ആ കാലങ്ങളിലോട്ട് കൈമാറി പോകുന്നു. അടുത്തൊരു സെൻസ് ഓഫ് ഐഡന്റിറ്റി കിട്ടുന്നു. അല്ലെ എവിടെ പോയാലും നമ്മൾ മലയാളം സംസാരിക്കുന്ന ഒരു മലയാളിയാണ്. അടുത്ത 3, റെസ്പെക്ട് ഫോർ ആൻഡ് കോ എക്സിസ്റ്റൻസ് എന്ന് വെച്ചാൽ നമ്മൾ മറ്റു ഭാഷ പഠിക്കുന്നതിലൂടെ അവരുടെ സംസ്കാരം നമ്മൾ മനസ്സിലാക്കുകയും അത് കാരണം നമുക്ക് എന്ത് കിട്ടുന്നു? അവരെ പറ്റി അറിയാൻ പറ്റും. ഇപ്പം നമുക്ക് ഡൽഹി പോയാൽ അല്ലെങ്കിൽ ഹിന്ദി സംസാരിക്കുന്ന നാട്ടിൽ പോയാൽ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി പഠിച്ച് നമുക്ക് അത്യാവശ്യം തട്ടിമുട്ടി നിൽക്കാനും ഹിന്ദിയിൽ എങ്ങനെ സംസാരിക്കണം, ഹിന്ദിക്കാർ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് നമുക്ക് കഥകളിലൂടെയൊക്കെ പഠിച്ചിട്ടുള്ളത് അറിയാം. അവരെ നമ്മൾ ബംഗാളികളെ എന്ത് ചെയ്ത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്, അല്ലേ? ബംഗാളി എന്നൊക്കെ നമ്മൾ പറയും, ഇപ്പോൾ അതിഥി തൊഴിലാളി എന്നൊക്കെ പറയുമെങ്കിലും അവരെ നമ്മൾ ഭായി എന്നാണ് വിളിക്കുന്നത്, അല്ലാതെ ഡേ എന്ന് വിളിക്കില്ല. എന്തുകൊണ്ടാണ് ഭായി എന്ന് വിളിക്കുന്നത്? ഭായി എന്ന് വെച്ചാൽ സഹോദരൻ എന്നാണ്. ആ ഭായി എന്ന വാക്ക് നമ്മൾ എവിടുന്നാ പഠിച്ചേ? നമ്മൾ ഹിന്ദി പഠിച്ചുകൊണ്ടാണ് പഠിച്ചത്. അപ്പോൾ നമുക്കൊരു അവർക്ക് കേൾക്കുമ്പോൾ അവനെന്ത് തോന്നും? അവന് നമ്മളെ സഹോദര എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നമുക്കൊരു യൂണിറ്റി തോന്നാം. അതാണ് സംഭവം. ഇനി റിലീജിയനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെയും 3 ഉണ്ട്. ഒന്ന്, റിലീജിയൻ, ഇറ്റ് ഈസ് എ ടൂൾ ഫോർ സോഷ്യൽ കൺട്രോൾ, എൻറിച്ചിങ് ദ കൾച്ചറൽ ഡൈവേഴ്സിറ്റി, ആക്സിലറേറ്റിംഗ് ദ സോഷ്യൽ ചേഞ്ച്. 3 പോയിന്റാണ് അവിടെ മാർക്ക് കിട്ടേണ്ട പോയിന്റുകൾ. ടെക്സ്റ്റ് ബുക്കിലുണ്ടത്. അപ്പോൾ ഒന്ന് എന്താണ്? സോഷ്യൽ കൺട്രോൾ എന്ന് വെച്ചാൽ മതങ്ങൾ ആൾക്കാരെ എങ്ങനെ സൊസൈറ്റി ജീവിക്കണമെന്നുള്ള കാര്യത്തെ പറ്റി പറയുന്നു. തെറ്റ് ചെയ്താൽ ദൈവം ശിക്ഷിക്കും എന്നുള്ള ബോധമുള്ളത് കൊണ്ട് ചിലരെങ്കിലും തെറ്റുകളൊക്കെ ഒഴിവാക്കുന്നു. എൻറിച്ചിങ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി, ഇന്ത്യ എന്ന് പറയുന്ന സ്ഥലത്ത് പല മതങ്ങൾ, പല ആചാരങ്ങൾ, അങ്ങനെ വ്യത്യസ്തമായ കൾച്ചേഴ്സ് ഉണ്ട്. അടുത്ത് സോഷ്യൽ ചേഞ്ച്, മതത്തിൽ രംഗത്ത് തന്നെ പലരും പരിവർത്തനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലെ? മറ്റു മതത്തിലുള്ള ഒരാളെ നമ്മുടെ മതത്തിന് കുറ്റം പറയുന്നതിനേക്കാളും നല്ലത് നമ്മുടെ മതത്തിലുള്ള ഒരാൾ തന്നെ നമ്മളെ കുറ്റം പറയുമ്പോൾ നമ്മൾ പതുക്കെ അതിൽ നിന്ന് മാറി ചിന്തിക്കും. രാജാറാം മോഹൻ റോയി ഒക്കെ പോലെയുള്ളവർ. അതാണ് 3 പോയിന്റ് ഇവിടെ നിങ്ങൾ എഴുതേണ്ടത്. എഴുതി കാണുമെന്ന് വിശ്വസിക്കുന്നു. 19, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഐഡിയ കിട്ടുന്നുണ്ടോ? ഇനി പബ്ലിക് എക്സാമിനും ഇതുപോലത്തെ ഒരു ചോദ്യം വന്നാൽ ഉത്തരം എഴുതുമ്പോൾ നിങ്ങളുടെ മൈൻഡ് പോകണം, ഇങ്ങനത്തെ പോയിന്റുകൾക്കാണ് മാർക്ക് കിട്ടുന്നത് എന്ന്. ഓക്കെ, അതാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 19, വാട്ട് മെഷേഴ്സ് ക്യാൻ യു സജസ്റ്റ് ഫോർ എ കൺട്രി വിത്ത് ലിമിറ്റഡ് കോൾ ആൻഡ് പെട്രോളിയം ഡെപ്പോസിറ്റ് ടു എൻഷുർ ഇറ്റ്സ് എനർജി സെക്യൂരിറ്റി? അപ്പോൾ നിങ്ങളിവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട എനർജി സെക്യൂരിറ്റിക്ക് എന്താ സംഭവം? കോളും പെട്രോളിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ റിന്യൂവബിൾ ആണ്. അപ്പോൾ അത് മാത്രമുള്ള ഒരു രാജ്യത്തിന് എനർജി സെക്യൂരിറ്റി കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ റിന്യൂവബിൾ സോഴ്സസ് കൊണ്ടുവരണം. എന്തൊക്കെ കൊണ്ടുവരണം? നമ്മൾ പഠിച്ച റിന്യൂവബിൾ സോഴ്സ് ഓരോന്നും എടുത്തിട്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് അവിടെ എഴുതിയാൽ ചുമ്മാ മാർക്ക് കിട്ടും. ഇപ്പോൾ നമുക്ക് സോളാർ എടുത്ത് എഴുതാം, എഴുതിക്കൂടെ? സോളാർ എഴുതാം, വിൻഡ്, ടൈഡൽ, ഇതൊക്കെയാണ് ടൈഡൽ. ഓക്കെ, പ്രധാനമായിട്ട് വരുന്നത്. പിന്നെ ബയോയും പറയാം. ഇവിടെ ഇതിനകത്ത് സോളാറും വിൻഡും ബയോയും ആണ് മെയിനായിട്ട് നമുക്കിവിടെ ഹൈലൈറ്റ് ചെയ്യേണ്ട പോയിന്റുകൾ. കാരണം ഇത് എല്ലാ രാജ്യങ്ങൾക്കും പോസിബിൾ ആണ്. ടൈഡലൊക്കെ കടലുള്ള രാജ്യത്തിനേ പറ്റത്തുള്ളൂ. എങ്കിൽ ഇത് 3 അല്ലെങ്കിൽ 4 എഴുതിയിട്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ എന്ത് ഗുണങ്ങളാണെന്നുള്ളത് നിങ്ങൾക്ക് എഴുതാൻ പറ്റൂലേ? അത് എഴുതി കഴിഞ്ഞാൽ അവിടെ സിമ്പിളായിട്ട് മാർക്ക് കിട്ടും. ഓക്കെ, അടുത്ത 20ാമത്തെ ചോദ്യം. റീഡ് ദ ഗിവൺ ന്യൂസ് ഹെഡ്ലൈൻസ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. Monetary Policy Committee of the Reserve Bank of India increased the repo rate by 35 basic points. What do you mean by repo rate? Elucidate the impact of this step on inflation. എന്താണ് റെപ്പോ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? റീപേ ചെയ്യേണ്ട റേറ്റ്. എന്ത് റേറ്റ്? ഞാൻ അങ്ങനെയല്ല എന്ന് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു തന്നെ. റീപേ ചെയ്യേണ്ട റേറ്റ്. എന്താ റീപേ ചെയ്യേണ്ടത്? RBI ഉണ്ട്, താഴെ കൊമേഴ്ഷ്യൽ ബാങ്ക് ഉണ്ട്, അതിന് താഴെ കസ്റ്റമേഴ്സ് ഉണ്ട്. ഈ പറയുന്ന കൊമേഴ്ഷ്യൽ ബാങ്ക് ഇവിടുന്ന് എടുക്കുന്ന ലോണ് പകരം കൊടുക്കേണ്ട പലിശ, ഇതാണ് റെപ്പോ റേറ്റ്. അപ്പോൾ റെപ്പോ റേറ്റ് കൂട്ടുമ്പോൾ സാധാരണഗതിയിൽ എന്തുകൂടെ കൂടും? റിവേഴ്സ് റെപ്പോയും കൂടും. അതായത് ഈ പറയുന്ന RBI സാധാരണ ബാങ്കുകൾക്ക് കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് ആണ് റിവേഴ്സ് റെപ്പോ, അതും സാധാരണഗതിയിൽ കൂടും. അപ്പോൾ റെപ്പോ റേറ്റ് എന്തെന്ന് ചോദിച്ചാൽ ഇത് എഴുതിയാൽ മതി. ചാർജ്ഡ് ബൈ ദ RBI ഓൺ ദ ലോൺസ് ടേക്കൺ ബൈ ദ കൊമേഴ്ഷ്യൽ ബാങ്ക് ഫ്രം ദ RBI. കൊമേഴ്ഷ്യൽ ബാങ്കുകൾ RBI എടുത്ത ലോണിന് തിരിച്ചു കൊടുക്കേണ്ട പലിശ. നിങ്ങൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ നിങ്ങൾ ബാങ്കിന് കൊടുക്കേണ്ട പലിശ പോലെ കൊമേഴ്ഷ്യൽ ബാങ്ക് RBI എടുക്കുമ്പോൾ RBIക്ക് കൊടുക്കേണ്ടതാണ് റെപ്പോ റേറ്റ്. അപ്പോൾ റെപ്പോ റേറ്റ് റിവേഴ്സ് റെപ്പോ എന്ന് പറയുമ്പോൾ നമ്മളില്ല, RBIയും കൊമേഴ്ഷ്യൽ ബാങ്കുമേ ഉള്ളൂ. ഇനി ഇതെങ്ങനെയാണ് ഇൻഫ്ലേഷൻ മാറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റെപ്പോ റേറ്റ് കൂടി കഴിയുമ്പോഴത്തേക്കും നമുക്കറിയാം പലിശ കൂടിയ ലോൺ എടുക്കാൻ ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ ലോണ് കുറയും. അപ്പോൾ അവരുടെ ലെൻഡിങ് പവർ കുറയും. ലെൻഡിങ് പവർ കുറയുമ്പോൾ കസ്റ്റമേഴ്സിന് കിട്ടുന്ന ലോണിൻ്റെ അളവും കുറയും. കാരണം റെപ്പോ റേറ്റ് കൂട്ടുമ്പോൾ ബാങ്കും അവരുടെ റേറ്റ് കൂട്ടും. അപ്പോൾ നമ്മളും ലോൺ എടുത്താൽ കൂടുതൽ പലിശ അടയ്ക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ പലിശ എടുക്കത്തില്ല. സോ വി വിൽ ട്രെൻഡ് ടു സ്പെൻഡ് ലെസ്. നമ്മൾ സ്പെൻഡ് ചെയ്യാൻ കുറയ്ക്കും. നമ്മൾ കൂടുതൽ പൈസ എന്ത് ചെയ്യാൻ ആലോചിക്കും? ഡെപ്പോസിറ്റ് ചെയ്യാൻ ആലോചിക്കും. കാരണം ഡെപ്പോസിറ്റിൻ്റെ ഇൻട്രസ്റ്റ് കൂടിയുകൊണ്ട്
നമുക്ക് കൂടുതൽ പലിശ കിട്ടും. സോ നമ്മൾ പിന്നത്തേക്ക് മാറ്റി വെക്കും. ഇതാണ് എഴുതി വെക്കേണ്ടത്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. 21. ഹൗ ഡിഡ് ദ പോളിസീസ് ഓഫ് ദ സ്വരാജ് പാർട്ടി ഡിഫർ ഫ്രം ദാറ്റ് ഓഫ് ദ നാഷണൽ കോൺഗ്രസ്? അറിയാമല്ലോ, സ്വരാജ് പാർട്ടി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഈ പറയുന്ന നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന് എതിരായിട്ടാണ് വരുന്നത് അല്ലേ. ചൗരി ചൗര കഴിഞ്ഞതോടുകൂടി നമ്മൾ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഗാന്ധിജി പിൻവലിച്ചെങ്കിലും അത് തെറ്റായ നയമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് സ്വരാജ് പാർട്ടി വരുന്നത്. അപ്പോൾ ഈ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഇപ്പോൾ എങ്ങനെയാണ് പറയേണ്ടത്? ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ള എന്താണ് വ്യത്യാസം? സ്വരാജ് പാർട്ടിയും നോൺ കോപ്പറേഷൻ മൂവ്മെന്റുള്ള കോൺഗ്രസ് തമ്മിലുള്ള വ്യത്യാസമാണ്. ഞാൻ തന്ന നോട്ടിനകത്ത് ഞാൻ ഈ ചോദ്യം സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് തന്നിട്ട് അതിൻ്റെ ഉത്തരവും തന്നിട്ടുണ്ടായിരുന്നു. ആ ഉത്തരവാണ് ഞാനിവിടെ എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ എന്താണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ എന്താണ്? കോപ്പറേഷൻ ഇല്ലാണ്ടാക്കുക, അതായത് സ്റ്റേ അവേ ഫ്രം ദ ബ്രിട്ടീഷ് എന്നാണ്. പക്ഷെ സ്വരാജ് പാർട്ടി പറഞ്ഞത് അങ്ങനെയല്ല. എന്തായിരിക്കും? ലെജിസ്ലേറ്റീവ് അസംബ്ലിയെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ പറയുന്ന ബ്രിട്ടീഷിനെ എതിർക്കുക എന്നുള്ളതാണ്. സ്വരാജ് പാർട്ടി സ്റ്റാർട്ട് ചെയ്ത CR ദാസും മോത്തിലാൽ നെഹ്റുവാണ്. ഐഡിയ എന്തായിരുന്നു? ദേ വാണ്ട് ടു ജോയിൻ ദ ബ്രിട്ടീഷ് ഗവൺമെന്റ്. ഇവിടെയാണെങ്കിൽ എന്തായിരിക്കും? റിസൈൻ ഫ്രം ദ ഗവൺമെന്റ് എന്നാണ്. ഇവിടെ എന്താണ്? ലെജിസ്ലേറ്റീവ് കൗൺസിൽ പങ്കെടുക്കുക, ഇവിടെ പങ്കെടുക്കണ്ട എന്നാണ്. ഓക്കെ, ഈ പറഞ്ഞ റൂൾസിനെയും കാര്യങ്ങളെയും അവിടെ നിന്നുകൊണ്ട് പറയുക, അതായത് ബോയ്ക്കോട്ട് ചെയ്യാതെ ബ്രിട്ടീഷുകാരുടെ അകത്ത് അല്ലെങ്കിൽ അവരുടെ ഓഫീസിൽ ചെന്ന് അവർക്കെതിരെയുള്ള കാര്യങ്ങൾ പറയുക എന്നാണ് ആര് പറഞ്ഞത്? സ്വരാജ് പാർട്ടിയിൽ പറഞ്ഞത്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 22. എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ദ ഗവൺമെന്റ് ഹാസ് ടേക്കൺ ഫോർ ദ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരിലേക്കും ബാങ്കിങ് സേവനങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷനിൽ വരുന്നത്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷന് വേണ്ടി കൊണ്ടുവന്ന പ്രധാനപ്പെട്ട മെത്തേഡുകൾ ഒന്നാണ് ബാങ്കുകളുടെ നാഷണലൈസേഷൻ. പറഞ്ഞല്ലോ, ബാങ്ക് നാഷണലൈസ് ചെയ്യുമ്പോഴേ ബാങ്കുകൾ ഗവൺമെന്റ് പറയുന്നതനുസരിച്ച് ലോണും കാര്യവും കൊടുക്കുകയുള്ളൂ. അപ്പോൾ നാഷണലൈസ് ആകുന്നതോടെ എന്ത് പറ്റി? ബാങ്കിന്റെ ഫംഗ്ഷൻ എല്ലാ സ്ഥലത്തേക്കും എത്തി. കോപ്പറേറ്റീവ് ബാങ്കുകൾ കൊണ്ടുവന്നു. ബാങ്കിന് എത്താൻ പറ്റാത്തടത്ത് ജനങ്ങളുടെ കൂട്ടായ്മയോട് കൂടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റി? ബാങ്കുകൾ സ്ഥാപിക്കാൻ, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ തുടങ്ങാൻ പറ്റി. 3. മൈക്രോ ഫൈനാൻസുകളുടെ വരവ്. മൈക്രോ ഫൈനാൻസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ലോ ഇൻകം ഇൻഡിവിജ്വൽസിനിടയിൽ ഈ പറയുന്ന സേവിങ്സ് ഹാബിറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഗ്രാമീൺ ബാങ്കും കുടുംബശ്രീയും ഉദാഹരണം. പ്രൈം മിനിസ്റ്ററിന്റെ ജൻ ധൻ യോജനയിലൂടെ എല്ലാവർക്കും അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തു. ഇതിൽ 4 എണ്ണത്തിൽ ഏതെങ്കിലും 3 എഴുതി എക്സ്പ്ലെയിൻ ചെയ്താലും അല്ലെങ്കിൽ 4 എഴുതിയാലും നിങ്ങൾക്ക് അവിടെ എന്ത് കിട്ടും? മാർക്ക് കിട്ടും. ഓക്കെ, അടുത്ത 23ാമത്തെ ചോദ്യം. ലിസ്റ്റ് ഔട്ട് ദ അച്ചീവ്മെന്റ്സ് ഓഫ് ദ മോഡേൺ കേരള ഇൻ ഹെൽത്ത് സെക്ടർ. ഉറപ്പാണ് ഈ ചോദ്യം, ഇല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം 100% നിങ്ങളുടെ പരീക്ഷയ്ക്ക് വരും. അത് ഉറപ്പാണ്. ഇലക്ഷനൊക്കെ അടുത്ത് വന്നുകൊണ്ടാണെന്നൊക്കെ തോന്നും, എന്നാലും അത് സത്യമാണ്. ഓക്കെ, അപ്പോൾ കേരളം ഹെൽത്ത് മേഖലയിൽ അച്ചീവ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ലോ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, അതായത് ശിശുമരണ നിരക്ക് കുറവ്. മെറ്റേണൽ മോർട്ടാലിറ്റി, മാതൃമരണ നിരക്ക് കുറവ്. ലൈഫ് എക്സ്പെക്റ്റൻസി കൂട്ടി. പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റി. 4 പോയിന്റ് എഴുതി ഒന്ന് വിശദീകരിച്ചാൽ കിട്ടും. എന്താണ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, മെറ്റേണൽ മോർട്ടാലിറ്റി എന്നുള്ളത് എഴുതി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഹെഡിങ് നോക്കി തന്നെ ടീച്ചർമാർ മാർക്ക് ഇടും, പേടിക്കണ്ട. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ മാർക്ക് കിട്ടും. അടുത്ത 4 മാർക്കിൻ്റെ ചോദ്യം. 4 മാർക്കിൻ്റെ ചോദ്യത്തിലാണ് ഒരുപാട് ഓരോ ചോദ്യങ്ങളുണ്ട്. സോ നോക്കി അറ്റൻഡ് ചെയ്യുക. 24ാമത്തെ ചോദ്യം. ദ റൈറ്റ്സ് എൻജോയ്ഡ് ബൈ ദ ഫസ്റ്റ് ആൻഡ് ദ സെക്കൻഡ് എസ്റ്റേറ്റ് ഇൻ ദ ഫ്രഞ്ച് സൊസൈറ്റി വേർ ദ റീസൺസ് ഫോർ ദ ഫ്രഞ്ച് റെവല്യൂഷൻ സബ്സ്റ്റാൻഷിയേറ്റ് ദ സ്റ്റേറ്റ്മെന്റ്. ഒരു സിമ്പിൾ ചോദ്യമാണ്, എല്ലാവർക്കും എഴുതാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഹൗ ഡിഡ് ദ വോട്ടിംഗ് സിസ്റ്റം എക്സിസ്റ്റ് ഇൻ ദ എസ്റ്റേറ്റ് ജനറൽ ലെഡ് ടു ദ തേർഡ് എസ്റ്റേറ്റ് ടുവേർഡ്സ് ദ റെവല്യൂഷൻ ഇൻ ഫ്രാൻസ്? ഞാൻ ഈ ചോദ്യമാണെങ്കിൽ ഞാൻ പരീക്ഷ എഴുതിയെങ്കിൽ ഈ ചോദ്യം എഴുതും. കാരണം 2ാമത്തെ ചാപ്റ്ററാണ്, നമ്മൾ തുടക്കത്തിൽ തന്നെ പഠിച്ച കാര്യമാണ്. അപ്പോൾ എന്താ സംഭവം? ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ് എന്നിങ്ങനെ ഫ്രഞ്ച് സൊസൈറ്റി 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ സ്റ്റേറ്റ്മെന്റ് പോലെ ഇവിടെ എഴുതാം. 4 മാർക്ക് ചോദ്യം അല്ലേ? സോ ദ ഫ്രഞ്ച് സൊസൈറ്റി വാസ് ഡിവൈഡഡ് ഇൻ 3 ലെവൽസ്. ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ്. അങ്ങനെ എങ്ങനെ എഴുതണം? ആദ്യം നമ്മൾ ഇത് എഴുതുന്ന ഒരു രീതിയുണ്ട് കേട്ടോ. 4 മാർക്കിൻ്റെ ചോദ്യം, 5 മാർക്കിൻ്റെ ചോദ്യമൊക്കെ എഴുതുമ്പോൾ അതിനൊരു രീതിയുണ്ട്. നിങ്ങൾക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ ആ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ സ്റ്റേറ്റ്മെന്റ് എഴുതണം. അതായത് ഫസ്റ്റ് ഇതാണ് എഴുതേണ്ടത്. ഫ്രഞ്ച് സൊസൈറ്റി ഫസ്റ്റ് ഡിവൈഡഡ് ഇൻ 3 ലെവൽസ് എന്ന് പറഞ്ഞിട്ട് 1 ഫസ്റ്റ് എസ്റ്റേറ്റ്, 2 സെക്കൻഡ് എസ്റ്റേറ്റ്, 3 തേർഡ് എസ്റ്റേറ്റ് എന്ന് എഴുതണം. അടുത്ത് ഫസ്റ്റ് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് ആദ്യം എഴുതണം. ഫസ്റ്റ് എസ്റ്റേറ്റ് ഇൻക്ലൂഡ് ദ പ്രീസ്റ്റും കാര്യങ്ങളും ക്ലർഗി വരും. അടുത്ത് ദ ക്ലർഗി ദേ വെയർ റിലീവ്ഡ് ഫ്രം ദ ടാക്സസ് ആൻഡ് ഓൾ ദാറ്റ് ദേ ലെവിഡ് ടാക്സസ് ഫ്രം ദ ഗവൺമെന്റ് ഇൻ ദ ഫോം ഓഫ് തൈതും അതൊക്കെ വേണമെങ്കിൽ എഴുതി വയ്ക്കാം. അടുത്ത് 2ാമത്തെ ഹെഡിങ് കൊടുത്തിട്ട് എന്താണ് സെക്കൻഡ് എസ്റ്റേറ്റ് എന്ന് ഹെഡിങ് കൊടുക്കണം. സെക്കൻഡ് എസ്റ്റേറ്റ് ഇൻക്ലൂഡ് ദ നോബിൾസ് ദേ വെയർ ഓൾസോ എന്താണ് ഗവൺമെന്റ് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അവർ രാജാവിന് ഗിഫ്റ്റ് കൊടുക്കുമായിരുന്നു, പക്ഷേ ജനങ്ങൾക്ക് കൊണ്ട് ജോലി അവർ ചെയ്യിപ്പിക്കുമായിരുന്നു. ലക്ഷറി ലൈഫ് ജീവിച്ചു. 3 തേർഡ് എസ്റ്റേറ്റ്. The third estate were the commons, they were the more in numbers, but they were has to pay the taxes of the all എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതുമ്പോഴത്തേക്കും ഒരു 1/2 പേജ് അടുപ്പിച്ച് ആവും. 4 മാർക്ക് ചോദ്യമാണ്. ഏതാണ്ട് ഒരു 1/2 പേജെങ്കിലും മിനിമം ഉത്തരം വേണം. 1 പേജോളം അടുപ്പിച്ചായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയാകുമ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു പകുതി പേജോളം തികയും. എന്നിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത് this system of division of the society sparked conflict in the third estate since they got the burden of all the taxes എന്നൊക്കെ പറഞ്ഞിട്ട്
എഴുതി ഒരു കൺക്ലൂഷൻ പോലെ എഴുതി വെച്ചാൽ മാർക്ക് കിട്ടും. ഇത് ഒറ്റ പാരഗ്രാഫിൽ ഇങ്ങനെ പിന്നെ എഴുതി വെച്ചാൽ ഇത് ഒരു ടീച്ചറും വായിച്ചു നോക്കാം, മെനക്കെടത്തില്ല. പക്ഷേ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ആദ്യം ടീച്ചർ നോക്കുമ്പോൾ ആ കുട്ടിക്ക് എന്തറിയാം, 3 എസ്റ്റേറ്റ് ഉണ്ടെന്നറിയാം. ഒന്നാമത്തെ എസ്റ്റേറ്റ് ആരെന്നറിയാം, ഫീച്ചേഴ്സ് അറിയാം. രണ്ടാമത്തെ എസ്റ്റേറ്റ് ആരെന്നറിയാം, ഫീച്ചേഴ്സ് അറിയാം. മൂന്നാമത്തെ എസ്റ്റേറ്റ് അറിയാം, ഫീച്ചേഴ്സ് അറിയാം. മതി, നിങ്ങൾക്ക് അവിടെ ഇത്രയും അറിയാമെന്നാണ് ഈ ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാർക്ക് അവിടെ കിട്ടും. അടുത്ത് വോട്ടിംഗ് സിസ്റ്റത്തിന്റെ കേസ് വരുമ്പോഴത്തേക്ക് നിങ്ങൾ ആദ്യം എന്തെഴുതണം, ഈ പറഞ്ഞ ലൂയി 16 എന്തിനാണ് എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു കൂട്ടിയതെന്നും അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു, എക്കണോമിക് ക്രൈസിസ് അനുസരിച്ച് പുതിയ ടാക്സ് വരാൻ വേണ്ടിയിട്ടായിരുന്നു അവർ ആദ്യത്തേത് വിളിച്ചു കൂട്ടി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു, 3 എസ്റ്റേറ്റും വന്നു. ഇനി അടുത്ത വോട്ടിങ്ങിനെ പറ്റി എഴുതണം. എസ്റ്റേറ്റിൽ 3 പേർക്കും സിംഗിൾ വോട്ടിംഗ് സിസ്റ്റമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അവിടുത്തെ പ്രശ്നം എന്തായിരുന്നു, എണ്ണത്തിലായിരുന്നു. ക്ലർഗിയും നോബിൾസും എണ്ണം കുറവാണ്, തേർഡ് എസ്റ്റേറ്റ് എണ്ണം കൂടുതലാണ്. അപ്പോൾ തേർഡ് എസ്റ്റേറ്റുകാർ എന്ത് ആവശ്യപ്പെട്ടു, അത് അടുത്ത പാരഗ്രാഫിൽ. അപ്പോൾ തേർഡ് എസ്റ്റേറ്റ് ആവശ്യപ്പെട്ടു എന്താണ്, അവർക്ക് ഈ പറഞ്ഞ റെപ്രസെൻറ്റേഷൻ കൊടുക്കണം. അതായത് ആൾക്ക് വോട്ട് വെച്ച് കൊടുക്കും. ആൾക്ക് വോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇവർക്ക് കൂടുതലാണ്. അപ്പോൾ ഇവർക്ക് കൂടുതൽ വോട്ടിങ് വേണം ആർക്ക്, തേർഡ് എസ്റ്റേറ്റുകാർ. അത് ആവശ്യപ്പെട്ട് ലൂയി 16 ഡിക്ലൈൻ ചെയ്തു. അടുത്ത പാരഗ്രാഫ് എന്ത് എഴുതണം, അങ്ങനെ വന്നപ്പോഴത്തേക്ക് അവർ ഡിക്ലെയർ ചെയ്തു ഞങ്ങളാണ് റെഗുലർ റെപ്രസെൻറ്റേറ്റീവ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഫ്രഞ്ച് നാഷണൽ അസംബ്ലി എസ്റ്റാബ്ലിഷ് ചെയ്തു. എന്നിട്ട് അവരെന്ത് ചെയ്തു, മീറ്റിംഗ് കൂടെ വന്നപ്പോഴത്തേക്കും മീറ്റിംഗ് ഹാൾ കൂട്ടിയിട്ടു. അപ്പോൾ എന്ത് പറ്റി, ടെന്നീസ് കോർട്ടിൽ അവർ ഒത്തുകൂടിയിട്ട് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എടുത്തു എന്നുള്ളത് ഒരു 4-3 പാരഗ്രാഫാക്കി എഴുതിയാൽ പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്കും എഴുതി ബുദ്ധിമുട്ടേണ്ട. ഓരോ പാരഗ്രാഫിൻ്റെ ഒരു ഗ്യാപ്പ്, ഇച്ചിരി സ്പേസ് അല്ലെ ഒരു ഇതൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും നോക്കുന്ന ടീച്ചറിനും അത് കാണുമ്പോൾ ഒരു വൃത്തി തോന്നിക്കും. എഴുതുന്ന നിങ്ങൾക്കും സമയം ലാഭിക്കാൻ പറ്റും. ഒറ്റ പാരഗ്രാഫ് എഴുതാതെ ഇങ്ങനെ എഴുതുമ്പോൾ കുറച്ച് സ്പേസും കിട്ടും. അപ്പോൾ ടീച്ചറിനും തോന്നും ഇത്രയും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈവൻ നിങ്ങൾ അതിനകത്ത് കുറേ ഗ്യാസ് അടിച്ച് കയറ്റിയാൽ പോലും എന്ത് കിട്ടും, പോട്ടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടൊരു 3-3.5 മാർക്കെങ്കിലും കിട്ടും. ഇതുപോലെ കറക്റ്റ് പോയിന്റ് എഴുതി കഴിഞ്ഞാൽ 4 മാർക്കോടെ സുഖമായിട്ട് കിട്ടും. ഈ രീതിയിൽ വേണം ഉത്തരം എഴുതാൻ. ഒരിക്കലും ഒറ്റ പാരഗ്രാഫിൽ ഉത്തരം എഴുതി നിർത്തരുത്. എവിടെയൊക്കെ നിങ്ങൾക്ക് പോയിന്റ് കാണിക്കാൻ പറ്റുമോ അവിടെയൊക്കെ പോയിന്റ് കാണിക്കുക. പോയിന്റുകൾക്ക് എപ്പോഴും ടീച്ചേഴ്സിൻ്റെ മനസ്സിൽ നല്ലൊരു സ്കോർ കിട്ടും. അടുത്ത 25ാമത്തെ ചോദ്യം, ദോ വെതറിംഗ് കോസസ് ഡിസിൻറ്റഗ്രേഷൻ ഓഫ് ദ റോക്ക് ഇറ്റ് മേ ഹാവ് ബെനിഫിറ്റ് ഫോർ ദ ഹ്യൂമൻ, സബ്സ്റ്റാൻഷിയേറ്റ് യുവർ ആൻസർ. അടുത്ത ഐഡന്റിഫൈ ദ എൻഡോജനിക് മൂവ്മെന്റ് ദാറ്റ് ബിക്കം ഡിസ്ട്രക്റ്റീവ് ഓൺ ദ സർഫസ് ഓഫ് ദി എർത്ത്, ഹൗ ഡു ദേ ഒക്കർ. അപ്പോൾ ഞാനാണെങ്കിൽ ഞാൻ ഇതിനകത്ത് ഈ പോയിന്റ് ഞാൻ പഠിച്ചൊരു കുട്ടിയാണെങ്കിൽ ഞാൻ ഇതെഴുതും അല്ലേ. കുട്ടി ആയിരുന്നു എങ്കിൽ ഞാൻ ഇന്നലെ പഠിച്ചിട്ടേ പോകത്തുള്ളൂ, ഞാനാണ് പരീക്ഷയ്ക്ക് പോകുന്നതെങ്കിൽ. ആലോചിച്ച് നോക്കി, കാരണം ഇതെന്താണ്, ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കാരണം ഈ 4 പോയിന്റ് ടെക്സ്റ്റ് ബുക്കിനകത്തുള്ളൂ. അപ്പോൾ അത് എഴുതിയ കുട്ടിക്ക് മാർക്ക് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ 4 മാർക്ക് ചോദ്യമാണ്. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ പോയിന്റ് എഴുതണം, ഇച്ചിരി കൂടി ഒരു സാധനം എഴുതണം. അതൊരു ഹെഡിങ് പോലെ കൊടുക്കണം. വെതറിംഗ് ലീഡ്സ് ടു ഫോർമേഷൻ ഓഫ് സോയിൽ, വെതറിംഗ് ഓഫ് ദ റോക്സ് ലീഡ് ടു ദ ഫോർമേഷൻ ഓഫ് ദ സോയിൽ ആൻഡ് സോയിൽ ഇസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഹ്യൂമൻ ബീയിങ്സ്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സോയിൽ ആർ ഫോംഡ് ഫ്രം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റോക്സ് എന്ന് എഴുതി വയ്ക്കാൻ പറ്റൂലേ. അടുത്ത് ഇറ്റ് ഹെൽപ്പ് ടു സെപ്പറേറ്റ് മിനറൽസ് ഫ്രം ദ റോക്ക്. മിനറൽസ് കെമിസ്ട്രി പഠിച്ചുകൊണ്ട് ഞാൻ അതിൻ്റെ 4 പോയിന്റ് അവിടെ ചേർക്കണം. ഇറ്റ് കോസസ് മിനറൽ എൻറിച്ച്മെന്റ്. എന്താണ് മിനറൽസിന്റെ ഇമ്പോർട്ടൻസ് തന്നെ വീണ്ടും അടിച്ച് കയറ്റിയാൽ മതി. അവിടെ തന്നെ സെയിം സാധനം എഴുതിയാലും നോക്കാനൊന്നും പോകുന്നില്ല. ഇറ്റ് മേക്സ് മൈനിങ് ഈസിയർ ആവുന്നു. അടുത്ത് വേറെ എന്തൊക്കെ പറയാം, ഇറ്റ് ഹെൽപ്പ് ഇൻ ദ ഫോർമേഷൻ ഓഫ് സോയിൽ, മിനറൽസ് എക്സെട്ര. ഇതൊക്കെ തന്നെയാണ് വെതറിങ്ങിന്റെ ഗുണമെന്ന് പറയുന്നത്. ഈ 4 പോയിന്റ് എഴുതി അതൊന്ന് വിശദീകരിച്ച് കഴിഞ്ഞാൽ അവിടെ മാർക്ക് കിട്ടും. വേറെ മാർക്ക് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള പോയിന്റ് നിങ്ങൾ എഴുതിയില്ല, പിന്നെ മാർക്ക് ഇതായിരിക്കാൻ പറ്റുമോ. അല്ലെങ്കിൽ എന്താണ് എൻഡോജനിക് മൂവ്മെന്റുകളിൽ നമുക്ക് ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കുന്ന ഭൂകമ്പം, വോൾക്കാനോ, സുനാമി, 3 എണ്ണത്തിൽ എഴുതാൻ പറ്റൂലേ. എർത്ത് എന്താണ്, വോൾക്കാനിക് ഇറപ്ഷൻ എന്താണ്, സുനാമി എന്താണ്. അപ്പോൾ ഇത് എഴുതിയാലും തെറ്റൊന്നുമില്ല അല്ലേ. ഇതിനെ കാണിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാൾ എഴുതുമ്പോൾ ഒരു തൃപ്തി കിട്ടുന്ന ചിലപ്പോൾ ഈ പറഞ്ഞ എൻഡോജനിക് മൂവ്മെന്റ്. പക്ഷേ എൻഡോജനിക് മൂവ്മെന്റിന്റെ 3 എണ്ണം എർത്ത് വോൾക്കാനിക് ഇറപ്ഷൻ, സുനാമി എന്നുള്ളത് അറിയണം. അതറിഞ്ഞാൽ ഇത് അങ്ങോട്ട് എഴുതി വെച്ചാലും കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നമുക്ക് എഴുതി ഫലിപ്പിക്കുക കുറച്ചുകൂടി നല്ലത് ബി ആണെന്ന് തോന്നണം അല്ലേ. നമുക്ക് കുറച്ചുകൂടി ഒന്ന് നമ്മൾ ഈ വലിച്ച് ചുമ്മാ ആവശ്യമില്ലാതെ എഴുതേണ്ട വരത്തില്ല. നമുക്ക് ഒന്ന് എഴുതുമ്പോൾ തന്നെ ഒരു 4 മാർക്കിനുള്ള ഉത്തരവായിട്ട് തോന്നും. ഓക്കെ, 26 എക്സ്പ്ലെയിൻ ദ ഷോർട്ട് കമ്മിങ്സ് ഓഫ് ദ പെർ ക്യാപിറ്റ ഇൻകം. പഠിപ്പിച്ചതാണ്, എഴുതി കാണുമെന്ന് വിശ്വസിക്കുന്നു. എക്സ്പ്ലെയിൻ ദ ഇനിഷ്യേറ്റീവ് ടേക്കൺ ഇൻ ദ കേരള ഫോർ ദ ഗ്രോത്ത് ഓഫ് നോളജ് ബേസ്ഡ് എക്കോണമി. അപ്പോൾ ഇവിടെ പെർ ക്യാപിറ്റ ഇൻകത്തിന് ഷോർട്ട് കമ്മിങ്സ് ആയിരിക്കും, എഴുതാൻ കുറച്ചുകൂടി സുഖം. ഇനി ഇതറിയാത്ത ഒരാൾക്ക് ഗ്യാസ് അടിക്കാനാണെങ്കിൽ ഇതായിരിക്കും നല്ലത്. എന്തൊക്കെയായിരിക്കും, അതൊരു ആവറേജ് ഇൻകം ആണ്. അതെന്തിനെ പറ്റി പറയുന്നില്ല, ഡിസ്ട്രിബ്യൂഷനെ പറ്റി പറയുന്നില്ല. പെർ ക്യാപിറ്റ ഇൻകം നമ്മുടെ എന്താണ് നാഷണൽ ഇൻകം വെച്ചാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എററുകൾ ഇവിടെയും വരും. അതുപോലെ തന്നെ എന്താണ് ക്വാളിറ്റി ഓഫ് ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയൊന്നും പറയുന്നില്ല. 4 പോയിന്റ് 4 മാർക്ക് ഓക്കെ കിട്ടും. എന്നാൽ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, നമ്മുടെ KDISC, യങ് ഇന്നോവേറ്റീവ് പ്രോഗ്രാം, നോളജ് എനർജി എക്കണോമി മിഷൻ. പക്ഷേ ഈ മിഷൻ്റെ പേരൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം ഓർമ്മയിരിക്കുമെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ഓർമ്മ ഉള്ളവർ ഇത് എഴുതുക, അല്ലെങ്കിൽ മറ്റെഴുതുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇതുപോലത്തെ ചോദ്യം വരുമെന്നും മനസ്സിലാക്കുക. നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചാൽ മതി, കേരളവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചോദ്യം ഉറപ്പായിട്ടും ഇനി വരാൻ പോകുന്ന പരീക്ഷയുടെ ചോദ്യപേപ്പർ ഉണ്ട്. അതായത് ഈ ചോദ്യത്തിൻ്റെ മറ്റൊരു ഫോം നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുകൊണ്ട് വേണമെങ്കിൽ ഇതിൻ്റെ 4ൻ്റെയും പേര് ഒന്ന് പഠിച്ചു വെച്ചാൽ തെറ്റില്ല.
നിങ്ങൾക്കത് ലാഭമേ ഉണ്ടാക്കൂ, ഉറപ്പാണ്. എപ്പോഴും ഒരു സർക്കാർ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുമ്പോൾ അവരുടെ അച്ചീവ്മെൻറ്റ്സിനെ പറ്റി കാണിക്കാനുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തുമല്ലോ. അതുകൊണ്ട് ഇത് എന്തായാലും നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഇതും വരും, ഉരുൾപൊട്ടലും വരും. ഉരുൾപൊട്ടലിൽ നിന്നുള്ള മറ്റേ മിറ്റിഗേഷൻ മെഷേഴ്സ് ഉണ്ടല്ലോ, അതിനും വരാൻ ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഓക്കെ, അതൊന്ന് പഠിച്ചു വയ്ക്കുക. 27 ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ദ റോൾ ഓഫ് ന്യൂസ് പേപ്പറിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? പൊളിറ്റിക്കൽ ഇവൻറ്റുകളും സോഷ്യൽ ഇവൻറ്റുകളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. ഡെമോക്രസി അത് സ്ട്രെങ്തൻ ചെയ്യുന്നു. എങ്ങനെ? ഗവൺമെൻറ്റിൻ്റെ പബ്ലിക് ഒപ്പീനിയൻ ജനറേറ്റ് ചെയ്തിട്ട് ഒപ്പീനിയൻ ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്നു. എന്നാൽ ഇൻആക്യുറേറ്റ് ആയിട്ട് സാധനങ്ങൾ വരാറുണ്ട്. ഓൺലൈൻ ന്യൂസ് പേപ്പർ ഫാൾസ് വരാറുണ്ട്. ഇതൊക്കെ ഒന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, റോൾ ഓഫ് ന്യൂസ് പേപ്പർ എന്ന് വെച്ചാൽ നല്ലത് മാത്രം എഴുതണമെന്നല്ലല്ലോ പറഞ്ഞത്. നല്ലതും മോശമൊക്കെ പറയാൻ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുന്നത് നിങ്ങൾക്കൂടെ പറയാം. അടുത്ത 28 ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ക്യാപിറ്റൽ ഗുഡ്സ് ആൻഡ് കൺസ്യൂമർ ഗുഡ്സ്. അത് നോട്ട് തന്നതാണ്. കൺസ്യൂമർ ഗുഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് കൺസ്യൂമേഴ്സിന് വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ദേ ആർ ബോട്ട് ആൻഡ് സോൾഡ് ഫോർ എ പ്രൈസ് ആൻഡ് നോട്ട് സബ്ജക്റ്റഡ് ടു പ്രൊഡക്ഷൻ പ്രോസസ് ആക്കി, അല്ലെങ്കിൽ വീണ്ടും പ്രൊഡക്ഷനിലോട്ടൊന്നും പോകാത്തതാണ് കൺസ്യൂമറിന് വാങ്ങിച്ച് ഡയറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കൺസ്യൂമർ ഗുഡ്സ്, ഫുഡ്, വെഹിക്കിൾസ് എക്സെട്ര. ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഇത് മറ്റ് സാധനങ്ങളുടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇരുമ്പ്, അല്ലേ, തുണിത്തരങ്ങളുടെ ക്ലോത്ത്, കോട്ടൺ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ എന്തായിരിക്കും? അത് പിന്നീട് പ്രൊഡക്ഷൻ പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അതാണ് തമ്മിലുള്ള വ്യത്യാസം. ഇത്ര എഴുതുക. ഇവിടെ നോക്കി കണ്ടോ, നിങ്ങൾക്ക് ശ്രദ്ധിച്ചു 4 മാർക്കാണ്. അപ്പോൾ കൺസ്യൂമർ ഗുഡ്സ് ഹെഡിങ് കൊടുത്ത് എന്താണെന്ന് എഴുതുക, എക്സാമ്പിൾ എഴുതുക. ക്യാപിറ്റൽ ഗുഡ്സ് എന്താണെന്ന് ഹെഡിങ് കൊടുക്കുക, എന്താണെന്ന് എഴുതുക, എക്സാമ്പിൾ എഴുതുക. അപ്പോൾ ഒരു 4, 5, 6 പോയിന്റായി. അപ്പോൾ നോക്കുന്ന ടീച്ചറിനും ആ പോയിന്റുകൾ പെട്ടെന്ന് പോയിന്റ് ഔട്ട് ചെയ്തെടുത്തിട്ട് മാർക്ക് ഇടാനായിട്ട് സൗകര്യമായിരിക്കും. ഓക്കെ, അടുത്ത് ഐഡന്റിഫൈ. ഇത് ഞാൻ പറഞ്ഞു തരുന്നില്ല, ഇന്നലത്തെ ലൈവിൽ നമ്മൾ ഇതേ ചോദ്യം ചെയ്തതാണ്. അതുകൊണ്ട് ഞാൻ ആ ചോദ്യം ഇന്ന് പറയുന്നില്ല. മാപ്പ് മാർക്കുമായി ബന്ധപ്പെട്ട ഫുൾ കാര്യം, അതായത് നിങ്ങൾക്ക് ഈ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് വരുന്ന മാപ്പ് ചോദ്യങ്ങൾ സെറ്റാക്കാനുള്ള ലൈവ് ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റെക്കോർഡഡ് സെഷനും ഇട്ടിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ പോയാൽ മതി, അത് കണ്ടു നോക്കുക. അടുത്ത് നമ്മുടെ 5 മാർക്കിൻ്റെ വില്ലൻ വന്നു. കാരണം ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരു പരിധി വരെ പരീക്ഷയൊക്കെ എഴുതി ക്ഷീണിച്ചിട്ടുണ്ടാവും. പരീക്ഷ തീരാറുള്ള സമയമായിട്ടുണ്ടാകും, ടെൻഷൻ കയറിയിട്ടുണ്ടാകും. അതുകൊണ്ട് 5 മാർക്ക് ചോദ്യങ്ങൾ മാക്സിമം പോയിന്റുകളിലൂടെയും പാരഗ്രാഫ് തിരിച്ചു എഴുതാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ സമയം കിട്ടത്തില്ല. ഓക്കെ, സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് ബിക്കം എ ചലഞ്ച് ടു ദ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ, അനലൈസ് ദി സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ അനലൈസ് ഹൗ ദ ഹ്യൂമനിസ്റ്റ് ഐഡിയ ഇൻഫ്ലുവൻസ് റെനൈസൻസ് പെയിന്റിംഗ്. ഇത് എഴുതുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ, അല്ലേ? റെനൈസൻസ് പെയിന്റിങ്ങിനൊക്കെ 5 മാർക്കിന് എഴുതാനുള്ള പെയിന്റേഴ്സിന്റെ പേരൊക്കെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, എന്തൊക്കെയായിരുന്നു നമ്മുടെ ഈ പറഞ്ഞ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് അല്ലേ ചോദിച്ചു? അത് അപ്പോൾ ഡിസോബീഡിയൻസ് മൂവ്മെന്റിന്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തായിരുന്നു? ബ്രിട്ടീഷുകാരെ എങ്ങനെയാണ് അഫക്ട് ചെയ്തത്? 1, മാസ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് പഠിച്ചില്ലെങ്കിൽ എഴുതാൻ പറ്റും, അല്ലെ? ഉപ്പ് സത്യാഗ്രഹം ആലോചിച്ചാൽ മതി. ജനങ്ങളെല്ലാവരും ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. ദണ്ഡി മാർച്ച് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇത്രയും ദൂരം നടന്ന ആൾക്കാർക്ക് ഇൻസ്പിറേഷൻ ഉണ്ടാക്കി. അതുപോലെ ഗവൺമെന്റിനെ എന്ത് ചെയ്തു? പേടിപ്പിച്ചു. സാധനങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യുന്നതിലൂടെ ബ്രിട്ടീഷുകാർക്ക് വരുമാനം ഇല്ലാണ്ടായി. ടാക്സ് അടയ്ക്കാത്തതോടുകൂടി ബ്രിട്ടീഷിന് വരുമാനം കുറഞ്ഞു. ഫോറസ്റ്റ് വയലേഷനിലൂടെ ട്രൈബൽ പീപ്പിൾസ് എന്ത് ചെയ്തു? നാച്ചുറൽ റിസോഴ്സുകൾ എടുക്കാൻ തുടങ്ങി. അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ട്രപ്ഷൻ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് ജോലികളിൽ നിന്ന് ഈ ആൾക്കാർ റിസൈൻ ചെയ്തതുകൊണ്ട് ഗവൺമെൻറ് മെക്കാനിസം തന്നെ ഫെയിലായി. സ്ത്രീകൾ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. ഇന്റേണൽ എക്സ്പോഷർ എന്ന് വെച്ചാൽ എന്താണെന്ന് ഈ പറഞ്ഞ ഇന്റർനാഷണൽ എക്സ്പോഷർ എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ പറഞ്ഞു. ദണ്ഡി കടപ്പുറത്ത് ഗാന്ധിജി എത്തിയപ്പോഴത്തേക്കും പല മീഡിയക്കാരുടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. അതായത് ഇവരുടെ ഈ ബ്രൂട്ടാലിറ്റിയെ പറ്റിയിട്ട് ലോകം മൊത്തം അറിഞ്ഞപ്പോൾ അത് ബ്രിട്ടീഷുകാർക്ക് തന്നെ നാണക്കേടായി. എല്ലാ സ്ഥലത്തും ഇതിൻ്റെ യൂണിറ്റി ഉണ്ടായിരുന്നു. ഗാഫർ ഖാനും മറ്റുള്ള രാജ്യത്തിൻ്റെ പല സ്ഥലത്ത്, കേരളത്തിൽ, ഗുജറാത്തിൽ, ഈ പറഞ്ഞ നോർത്ത് വെസ്റ്റ് പ്രോവിൻസിലൊക്കെ ഇത് നടന്നിരുന്നു. പൊളിറ്റിക്കൽ പ്രഷർ വന്നു. ഗാന്ധി അർബൻ പാക്റ്റ് ഒക്കെ പിന്നീട് വന്നു. റൗണ്ട് ടേബിൾ കോൺഫറൻസിന് നിർബന്ധിച്ച് ഗാന്ധിജിയെ കൊണ്ടുവരേണ്ട അവസ്ഥ ഇവിടുത്തെ വൈസ്രോയിക്ക് വന്നത് ഇത്ര കാര്യങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ഈ പോയിന്റുകളാണ് നിങ്ങളുടെ 5 മാർക്കിന് എഴുതേണ്ടത്. ഇത്രയും പോയിന്റ് ഫുൾ എഴുതാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എങ്കിലും ഒരു 6 പോയിന്റെങ്കിലും ഇതിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി ഒരു 6 പാരഗ്രാഫ് തിരിച്ചെഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടും. നന്നായി പഠിച്ച കുട്ടിയാണെങ്കിൽ ഈ 10 പോയിന്റായിട്ട് എഴുതി കഴിഞ്ഞാലും കിട്ടും. പോയിന്റിന് 1 മാർക്ക് വെച്ച് 2 മാർക്ക്, അല്ല 2 പോയിന്റ് 1 മാർക്ക് വെച്ചിട്ട് ഈ 10 പോയിന്റ് 10 ഉണ്ടെന്നാണ് 1, 2, 3, 4, 5, 9, 10 പോയിന്റിന് 5 മാർക്ക് സിമ്പിളായിട്ട് കിട്ടും. വെറുതെ വഷളായിട്ട് ചുമ്മാ ഗ്യാസ് അടിക്കേണ്ടെന്ന് ആവശ്യമില്ല. ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. ഈ ചോദ്യം വേണമെങ്കിൽ ഈ പോയിന്റുകൾ വേണമെങ്കിൽ ഒന്ന് പഠിച്ചു വെച്ചാലും തെറ്റൊന്നുമില്ല. ഇനി വരുന്ന പരീക്ഷയ്ക്ക് മിക്കവാറും ഈ ടോപ്പിക്കിൽ നിന്ന് ഈ ചോദ്യങ്ങൾ തന്നെയായിരിക്കും വരുന്നത്. അടുത്ത് ഹ്യൂമനിസ്റ്റിക് ഐഡിയയും റിനൈസൻസ് പെയിൻറ്റിങ്ങുമാണ്. അപ്പോൾ അറിയാമല്ലോ, റിനൈസൻസ് പെയിൻറ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സ് എടുത്ത് എഴുതുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അടുത്ത പ്രധാനപ്പെട്ട പെയിൻറ്റേഴ്സും അവരുടെ വർക്കുകളും കൂടെ ഇവിടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യണം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇതിനകത്ത് കുറേയൊക്കെ നമ്മൾ കോഡ് കാര്യമൊക്കെ വെച്ച് പഠിച്ചിരുന്നു. അതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ അത് എഴുതുക. ഈ പോയിന്റുകൾക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഇതെന്തായാലും ആദ്യത്തെ ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഫസ്റ്റ് ടേമിനും സെക്കൻഡ് ടേമിനും പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത് എഴുതി കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, അടുത്ത 31-നകത്ത് ആദ്യം വരുന്നത് എന്തായിരിക്കും? ടെമ്പറേച്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ഈ പറഞ്ഞ വോൾക്കാനോ ഹ്യൂമൻ ആക്ടിവിറ്റീസിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നുള്ളതുമാണ്.
ഇതാണ് കുറച്ചുകൂടി എളുപ്പം. നമ്മൾ വെതർ ക്ലൈമറ്റ് പഠിച്ചതാണ്. എന്തൊക്കെയായിരുന്നു ഈ പോയിന്റുകൾ? ലാറ്റിറ്റ്യൂഡ്, ഓൾട്ടിറ്റ്യൂഡ്, ഡിഫറൻസ് ഇൻ ഹീറ്റിംഗ് ഓഫ് ലാൻഡ് ആൻഡ് സീ, ഡിസ്റ്റൻസ് ഫ്രം ദി സീ, ഓഷൻ കറണ്ട്, റിലീഫ്. 4 ചോദിച്ചിട്ടുണ്ട്. ഇതിലെ ഈ 5 ഏതെങ്കിലും 4 എഴുതിയിട്ട് ആ 4 ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. ലാറ്റിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടോറിഡ് സോൺ, ടെമ്പറേറ്റ് സോൺ, ഫ്രിഡ്ജഡ് സോൺ. ഓൾട്ടിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ഉയരം കൂടുന്തോറും ടെമ്പറേച്ചർ കുറയുന്നു, നോർമൽ ലാപ്സ് റേറ്റും കാര്യങ്ങളും. ലാൻഡ് സീയുടെ ഹീറ്റിംഗ്, ലാൻഡ് ബ്രീസ്, സീ ബ്രീസ്. ഡിസ്റ്റൻസ് ഫ്രം ദ സീയിൽ അറിയാമല്ലോ, നമുക്ക് ഈ പറയുന്ന നമ്മുടെ ഭാഗത്ത് മോഡറേറ്റ് ഇൻഫ്ലുവൻസ് ഉണ്ടാകത്തുള്ളൂ, എന്നാൽ ലാൻഡിനകത്ത് വരുന്ന സ്ഥലത്ത് എന്തായിരിക്കും ചാൻസ് കൂടുതലായിരിക്കും. ഓഷൻ കറണ്ട്, കോൾഡ് കറണ്ട് വന്ന ടെമ്പറേച്ചർ കുറയ്ക്കും, ഹോട്ട് കറണ്ട് വന്ന ടെമ്പറേച്ചർ കൂട്ടും. റിലീഫ് എന്ന് വെച്ചാൽ സൂര്യപ്രകാശം ഡയറക്റ്റ് ആയിട്ട് വരുന്നിടത്ത് ടെമ്പറേച്ചർ കൂടും, ഷെയ്ഡ് വരുന്നിടത്ത് കുറവായിരിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഏതായാലും 4 എഴുതിയിട്ട് അല്ലെങ്കിൽ 5 എഴുതിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റത്തില്ലേ? പറ്റും. നോട്ടിനകത്ത് എല്ലാം വ്യക്തമായിട്ട് തന്നിട്ടുണ്ട്. അടുത്ത വോൾക്കാനോയുടെ കേസ്. ആദ്യം വോൾക്കാനോ ഹ്യൂമൻ ലൈഫിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യും? അതായത് നെഗറ്റീവായിട്ട് സെറ്റിൽമെൻറ്റിൻ്റെ അടുത്താണ് ഇത് ഉണ്ടാകുന്നതെങ്കിൽ അത് നമുക്ക് ലൈഫ് ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കുന്നു, ലാബ് ഓഫ് പ്രശ്നം ഉണ്ടാക്കുന്നു, ഇറപ്റ്റ് ചെയ്യുന്നു, കൃഷി നശിക്കുന്നു, ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെടുന്നു. അപ്പോൾ ഈ പറഞ്ഞ ഡീബ്രീ ഫ്ലോ എന്ന് പറയുന്നത് ഒരുപാട് ദൂരം സ്പ്രെഡ് ആകും, അങ്ങനെ പ്രശ്നങ്ങളുണ്ടാകും. നമ്മൾ ഈ പറഞ്ഞ നമ്മൾ അന്ന് വന്ന ഈ പറയുന്നതാണ് കാക്രറ്റോവ എക്സ്പ്ലോഷൻ്റെ എക്സാമ്പിളൊക്കെ എഴുതി നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോയിൽ ഫെർട്ടിലിറ്റി കൂട്ടും, ക്രോപ്പ് ഈൽഡ് കൂട്ടും, മിനറൽസ് കിട്ടുന്നു, ജിയോ തെർമൽ എനർജി കിട്ടുന്നു, ടൂറിസത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു. 5 പോയിന്റ് കൂടി എഴുതിയാൽ അതിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടും കണ്ടോ, പോയിന്റായിട്ട് എഴുതിയ കുറച്ച് പാരഗ്രാഫായിട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ പരീക്ഷ എഴുതി തീരത്തില്ല ഈ സമയം കൊണ്ട്. അത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ചോദ്യം എഴുതുന്ന അല്ലെങ്കിൽ ഉത്തരം എഴുതുന്ന ഒരു രീതി നിങ്ങൾക്ക് ഇതിനോടകം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു രീതിയിൽ ഉത്തരം എഴുതിയാൽ പരീക്ഷ കുറച്ചുകൂടി എളുപ്പമായിരിക്കും, പെട്ടെന്ന് എഴുതി തീർക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ ഫുൾ ചാപ്റ്റേഴ്സിൻ്റെ നോട്ട്, റിവിഷൻ ക്ലാസ്, അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ഒക്കെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. നോട്ടും അവൈലബിൾ ആണ്. ടെലഗ്രാം, വാട്സാപ്പ് ചാനലുള്ളതുകൊണ്ട് ഞാനൊരു ബ്ലോഗ് പേജും കൂടെ തുടങ്ങിയിട്ട് ഉടനെ തന്നെ അത് ഞാൻ എന്ത് ചെയ്യാം, നോട്ടുകൾ അതിലോട്ടും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് ഞാൻ ലിങ്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ ഷെയർ ചെയ്ത് തരാം. ഓക്കെ, ഇനി അവസാനം വാട്സാപ്പും ടെലഗ്രാമിലും ഒന്നും പഠിക്കുന്ന സമയത്ത് കയറാൻ നിൽക്കേണ്ട. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം.